ഞാൻ കണ്ടു സർ. ഓക്കെ, നമസ്കാരം. മലയാള മനോരമയുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ മനോരമ ഹൊറൈസണും ജോബ് സെക്യൂർ കാലിക്കറ്റ് ലോ സെന്ററും സംയുക്തമായി നിയമ പഠന രംഗത്ത് തങ്ങളുടെ കരിയർ നെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനോടൊപ്പം തന്നെ നിയമത്തിൽ ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിയമ പഠനത്തിലേക്ക് എങ്ങനെ കിടക്കണം, അല്ലെങ്കിൽ നിയമ പഠനത്തിന് ഉള്ള ക്ലാറ്റ് ഉൾപ്പെടെയുള്ള നിരവധി മത്സര പരീക്ഷകൾക്ക് എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെ കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് നിയമ പഠന പ്രവേശന രംഗത്ത് നിരവധി വർഷങ്ങളുടെ അനുഭവ പാരമ്പര്യവും ഒപ്പം നിയമവുമായി ബന്ധപ്പെട്ട വളരെ സുദീർഘമായ അനുഭവ സമ്പത്തുമുള്ള അഡ്വക്കേറ്റ് ദിനേശ് സാറാണ് നമ്മളോട് കൂടെ ഉള്ളത്. ഏറ്റവും സ്നേഹത്തോടെയും ഏറ്റവും ബഹുമാനത്തോടെയും സാറിനെ നമ്മളുടെ മനോരമ ഹൊറൈസൺ ജോബ് സെക്യൂർ കാലിക്കറ്റ് ലോ സെന്റർ നടത്തുന്ന ഈ ഒരു ഓൺലൈൻ സെമിനാർ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. Thank you. Thanks a lot to Manorama. Very happy to be here. സാധാരണ ഏറ്റവും അധികം നമ്മൾ കണ്ടുവരുന്നത് മറ്റ് പഠന മേഖലയിലേക്കുള്ള വെബിനാറുകൾക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും പലപ്പോഴും ലോഗിൻ ചെയ്യാറുണ്ട്. അപ്പോ മനോരമയോട് ഞാൻ ആദ്യമേ താങ്ക്സ് പറയാണ്. വളരെ ശുഷ്കമായ എന്നാൽ നെഗ്ലക്റ്റഡ് ആണ് എന്ന് ഇപ്പോൾ മാർക്കറ്റ് കരുതുന്ന ഒരു മേഖലയിലേക്ക് കുറച്ചും കൂടെ അവയർനെസ് പഠിതാക്കളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കോട്ടെ എന്നുള്ളതും ഈ ഒരു മേഖലയിലേക്ക് ചെറിയൊരു എക്സ്പോഷർ കൊണ്ടുവരാൻ അവരെടുത്ത ഇനീഷ്യേറ്റീവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എണ്ണത്തിലല്ല എണ്ണപ്പെടുന്നതിലാണ് കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റ് മേഖലയിലാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ഹ്യൂജ് നമ്പേഴ്സ്, ക്വാണ്ടിറ്റി മൈറ്റ് ബി ദർ, but whether your career should be of quality or not എന്നുള്ളത് നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഞാനൊരു 50 മിനിറ്റോളം 45-50 മിനിറ്റോളം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. 10 മിനിറ്റ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഈ കരിയറിനെ കുറിച്ചോ ഈ പരീക്ഷയെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ആ ഭാഗം കൃത്യമായി നിങ്ങൾ അറിയുക. കാരണം യു ആർ ഗോയിങ് ടു ടേക്ക് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഡിസിഷൻ അറ്റ് ദ സെയിം ടൈം ക്രൂഷ്യൽ ഡിസിഷൻ ഇൻ യുവർ ലൈഫ്. അത് 10-12 എന്നതിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രീതി വെച്ച് അവിടെ തീരുമാനമാകുമെന്നാണ് പറയുന്നത്. 10 മിനിറ്റ് ഞാൻ സംസാരിക്കുക നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നതാണ്. അതിൽ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ നിങ്ങളെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിയമം എന്ന കരിയറിലേക്ക് വരാൻ. അടുത്ത 10 മിനിറ്റ് ഞാൻ നിയമമേഖലയിൽ സാധ്യമായ പുതിയ കുറെ അവന്യൂസ് ആർ ദർ വിച്ച് ഹസ് ഓപ്പൺഡ് ഇൻ ദ സ്ട്രീം ഓഫ് ലോ. അതായിരിക്കും ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുക. ബിക്കോസ് ബിഫോർ യു ആൻസർ വൈ ഷുഡ് ഐ അപ്പിയർ ക്ലാറ്റ്, യു ഷുഡ് നോ വൈ ഐ ഷുഡ് ഗെറ്റ് ഇൻ ടു ദ സ്ട്രീം ഓഫ് ലോ. ബാക്കി 15-20 മിനിറ്റോളം നിങ്ങൾക്ക് സാധ്യമായ എടുക്കാവുന്ന പരീക്ഷകളും അതിന്റെ കോംപ്ലക്സിറ്റിയും അതിന്റെ വഴികളുമായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് ചാറ്റ് ബോക്സ് ക്യാൻ ദേ ആക്സസ് മനോരമ somebody there? ചാറ്റ് ബോക്സിൽ അപ്പം എന്റെ ആദ്യത്തെ ചോദ്യം നിങ്ങളെ ഉത്തരം അവിടെ ഉണ്ടോന്നൊന്ന് നോക്കിയാൽ മതി. ഇനി എനിക്ക് ചാറ്റ് ബോക്സ് കാണാമോ അല്ലേ? കാണാം സർ, കാണാം. അതിനോടൊപ്പം തന്നെ ചാറ്റ് വഴി സാറിനോട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ചോദിക്കാവുന്നതുമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നത് ടുവേർഡ്സ് ദി എന്തായിരിക്കും. ഞാൻ എന്റെ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ദ ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ യു ഷുഡ് ഹാവ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ചാറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു. My second question, what is the basic educational qualification you should have to be the president of India? I think Vishnu wrote 12th pass ആകണമെന്ന്. ഓക്കെ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവാനോ പ്രസിഡന്റ് ആകാനോ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്തെങ്കിലും ഉണ്ടോ? What is the basic educational qualification you should have to become the Chief Justice of India? Sneha is of the opinion no basic education is prescribed. You are correct, Sneha. But to be the Chief Justice of India, is there any
basic educational qualification prescribed. The three towering pillars, you should be a graduate in law. Very good. So I could see the answer of Dibin Verghese. So my friends, I am welcoming you to a stream where you should be aspiring to be the Chief Justice of India. മറ്റേ രണ്ട് പൊസിഷന് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് അത് മോശമാണെന്നൊന്നുമില്ല. അതിന് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ആവശ്യവുമില്ല. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് ബോൾ ഗെയിം. ബട്ട് ഇഫ് യു വാണ്ട് ടു ബി എ ചീഫ് ജസ്റ്റിസ്, when if you enter the stream of law, your possibility is still reaching to be the Chief Justice of India. അത് ചെറിയ കളിയല്ല. അത്ര വലിയ 5 year ഹൈക്കോർട്ടൊക്കെ എത്തുന്നതിന്റെ മുന്നേ ഫണ്ടമെന്റലി യു ഷുഡ് ഹാവ് ഗ്രാജുവേഷൻ ഇൻ ലോ. Okay, so happily let me welcome you to that noble profession. അവിടെ സാധ്യത എവിടെ വരെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. I am Advocate Dinesh, a lawyer by profession, 24 years. I am having the standing as a lawyer. More than courtrooms, towards the second part of my life, I started loving classrooms. Courtrooms-നേക്കാൾ classrooms എനിക്ക് ഇഷ്ടമായതുകൊണ്ട് നിയമം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നാണ്. ഗ്രാജുവേഷൻ ചെയ്തത് കോമേഴ്സിലാണ്. I did my MBA. Currently, I am pursuing my MA in psychology. I have done my post-graduation certification from Indian Institute of Management, Kozhikode. MBA അവിടുന്ന് എല്ലാട്ടും എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സിക്യൂട്ടീവ് സർട്ടിഫിക്കേഷൻ ആണ് എടുത്തത്. I am the founder director of Job Secura, which is into mentoring students into another stream, which if you aspire to, ഞാൻ ആരെയും അതിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാറില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ട്രീമാണ് ഇത് എന്നുള്ളതും അതിന്റെ സാധ്യതകളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. Keep in mind, my good friends, the father of the nation of our country was a lawyer. The first president of the country was a lawyer. The first prime minister of this country was the son of a lawyer. B.R. Ambedkar, one of the world's most renowned luminaries in the field of law. Again, no doubt, again a barrister. Joe Biden is a lawyer. Abraham Lincoln was a lawyer. Barack Obama is a lawyer. Bill Clinton is a lawyer. Fidel Castro was a lawyer. Vladimir Putin is a lawyer. Nelson Mandela was a lawyer. അപ്പോ അത്ര മോശം ഒരു മേഖലയൊന്നും അല്ല ഇത്. That doesn't mean that you have a LLB with you, you are going to be acquire the status of this noble person. ഇല്ല. പക്ഷെ സമൂഹവുമായും സമൂഹത്തിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന വലിയൊരു മെക്കാനിസമാണ് ജുഡീഷ്യറി. ആ ജുഡീഷ്യറിയിലെ ചില താല്പര്യങ്ങളും ചില സ്കില്ലുകളും ഉള്ളവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ചാടിക്കേറി ഒരു തീരുമാനവും ഇതിലേക്ക് എടുക്കേണ്ട. ചാടിക്കേറി എടുക്കേണ്ട ഒരു തീരുമാനമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ്. കാരണം ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് യു ടേക്ക് എ യു ടേൺ യു ടേക്ക് എ ടേൺ അറ്റ് 10th സ്റ്റാൻഡേർഡ്, പിന്നെ നിങ്ങൾക്ക് യു ടേണിന് പ്രൊവിഷൻ ഇല്ല. ദാറ്റ് ഇസ് എ സാഡ് തിങ്. ഓക്കെ, സോ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തതിന്റെ ഒരു പ്രയാസമുണ്ട്. ഐ ലവ് ടു ബി വിത്ത് യു, നോ യുവർ പൾസ്, വാട്ട് യു ആർ തിങ്കിങ്, വാട്ട് യു ആർ ഇൻക്യൂട്ടിങ്. നിങ്ങളെ മനസ്സെന്ത് ആ സമയത്ത് വിചാരിക്കുന്നു എന്നൊക്കെ അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ആസ്ക് യുവർസെൽഫ് ദിസ് കോൾ, വാട്ട് ഈസ് യുവർ കരിയർ കോൾ? നിങ്ങളെ വിളിക്കുന്നത് എന്താണ്? സുഹൃത്തുക്കളെ, 4 അവസ്ഥയുണ്ടെന്നാണ് പറയുന്നത്. യു ഹാവ് എ ജോബ്. Okay, you have a job, ഒരു ജോലി ഉണ്ടാവും. You have a profession. Okay, you may be having just confined to a job, ഒരു ജോലി മാത്രമാവാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ഉണ്ടാവാം. Very few get into a career. കരിയറും ജോലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. And the last and the best position is having a calling. സർജറി ടേബിൾ എന്നെ വിളിക്കുന്നു, അതാണ്. My calling is being a surgeon. The classrooms are calling me. If you are a teacher, classrooms നമ്മളെ വിളിക്കണം. If you are a lawyer, the courtrooms are calling. The legal issues are calling me.
പലപ്പോഴും ഒരു യാദൃശികതയാവാം, വലിയ ധാരണയൊന്നും ഇല്ലാതെ നമ്മൾ തെരഞ്ഞെടുത്ത് പോകുന്ന ഒരു മണ്ടത്തരം ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 10 സംഗതികൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾ മനസ്സിൽ കണക്കൂട്ടി നോക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഞാൻ എൻ്റെ കരിയർ. ഐ എം നോട്ട് ജസ്റ്റ് സേയിങ് എ ജോബ്. ഓക്കെ, ഒരു PSC പരീക്ഷ എഴുതിയിട്ട് കയറി കൂടുക എന്നുള്ളത് ഐ എം നോട്ട് അണ്ടർമൈനിങ് ഇറ്റ്, ബട്ട് ഡു യു അസ്പയർ ഫോർ എ കരിയർ? ഐ അസ്പയർ ഇൻ ദ കരിയർ ഓഫ് ബീയിങ് എൻ എഡ്യൂക്കേഷനിസ്റ്റ്, എൻ edupreneur. It's the advocacy was my profession, okay, but edupreneur is my career. ജോബ് സെക്യൂർ എന്നുള്ള സ്ഥാപനം 12 വർഷമായി ഞാനും എൻ്റെ വൈഫും കോഴിക്കോട് നടത്തുന്നു. ആയിരക്കണക്കിന് കുട്ടികളെ ലോയിലേക്ക് കയറാൻ ആഗ്രഹിച്ച് more than 1000 സ്റ്റുഡൻസ് we could place to premium law schools. അതെന്തുകൊണ്ടാ? ഇറ്റ്സ് മൈ കോളിംഗ്, ഇറ്റ്സ് അവർ കോളിംഗ്. ഓക്കെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സാധാരണ ഒരു കരിയർ ചൂസ് ചെയ്യാറ്? ഉത്തരം അറിയുന്നവർക്ക് ഈ ചാറ്റ് ബോക്സിൽ ഇടാം. സത്യം പറഞ്ഞോളൂ, എന്തിനാണ് പഠിക്കുന്നത്? പഠിച്ചിട്ട് ജോലിക്ക് പോകുമ്പോൾ ആദ്യം നിങ്ങൾ പരിഗണിക്കുന്നത് എന്താണ്? ആൻസർ ഇറ്റ് ഓൾ. വാട്ട് ആർ ദ തിങ്സ് യു ഗെറ്റ് അട്രാക്റ്റഡ്? ഈ ഒരു മാധ്യമത്തിന്റെ ഒരു പ്രശ്നം അത്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നേരെ അങ്ങോട്ട് പോയി. To have a voice which matters. Okay, സത്യസന്ധമായി പറയണേ, യു ആർ സ്പീക്കിംഗ് ടു എ ലോയർ. സത്യത്തിൽ ഒരു ജോലിക്ക് പോകുന്നത് എന്തിനാണ്? ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി, ഓക്കെ. ജോബ് സാറ്റിസ്ഫാക്ഷൻ, ടു ലേൺ. വെരി ഗുഡ്. ഐ തിങ്ക് Helen was very honest because she came up with my first factor. Now earnings, Pavitra is honest, Atul is honest. Very true, my good friends. I am not saying social actualization illa, self actualization illa, social commitment illa എന്നൊന്നും പറയുന്നില്ല. അപ്പൊ പലരും വളരെ സത്യസന്ധമായി പറയുന്നുണ്ട്, നല്ലൊരു ശമ്പളമൊക്കെ വേണം സാറേ, പാഷനിലേക്കൊക്കെ നമുക്ക് വരാം വിഷ്ണു. ബട്ട് പ്രൈമറി അട്രാക്ഷൻ നോ ഡൗട്ട് ഈസ് സാലറി. ചിലവരുടെ ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ ഇൻഡിപെൻഡൻസ് പറയുന്നത് ഈ കംഫർട്ടാണ്. സുഖമുള്ള ഒരു ജോലി കിട്ടണം, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി കിട്ടണം. 35,000 40,000 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെ ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് ദം ഓൺ ഇന്റർവ്യൂ സ്കിൽസ് ആൻഡ് പ്ലേസ്മെന്റ് സ്കിൽസ്. വാട്ട് കൈൻഡ് ഓഫ് എ ജോബ് യു വാണ്ട്? പറയുന്ന മറുപടി എന്താ അറിയോ? സാറേ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി കിട്ടണം. കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി. എന്തുകൊണ്ടാ സർക്കാർ ജോലിയുടെ പുറകെ പോകുന്നത്? കംഫർട്ടബിൾ ആണ്. കംഫർട്ടബിൾ മാത്രമല്ല, സെക്യൂർഡ് ആണ്. സെക്യൂർഡ് ആണ്. വൈ? ആഫ്റ്റർ ഹാവിങ് എ ലോ ഡിഗ്രി, നത്തിങ് റോങ്. നിങ്ങൾ ഒരു ബാങ്കിൽ ജോലിക്ക് പോകുന്ന എന്തിനാ? സെക്യൂർഡ് ആണ്. സാലറി കിട്ടും, പിന്നെ എന്താ പറയാ, പെൻഷൻ ഉണ്ടാവും, ജോലി സ്ഥിരത ഉണ്ടാകും. ഇതൊക്കെ കൺസിഡർ ചെയ്യണേ. ഇതൊക്കെ കൺസിഡർ ചെയ്തോ. സാലറി ആണോ, കംഫർട്ട് ആണോ, സെക്യൂരിറ്റി ആണോ? ഇതൊരു വലിയ ഘടകമാണ്. യെസ് ഓർ നോ? ഐ ബിലീവ് വെൻ ഐ ആസ്ക് യു യെസ് ഓർ നോ, ഇൻ യുവർ മൈൻഡ് യു വിൽ ബി ആൻസറിങ്. അങ്ങനെയാണ്. more than 1,000 hours I have trained nowadays on Zoom or WebEx. അപ്പോ മനസ്സിലൊരു അസംഷൻ ആണ് നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടോ. സ്റ്റാറ്റസ് നോക്കി പോകുന്ന വലിയൊരു കരിയർ ഉണ്ട്. ആർക്കെങ്കിലും അതൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? സ്റ്റാറ്റസ് ആണ് അതിന്റെ വലിയ അട്രാക്ഷൻ. ആ കരിയറിൽ ഐ ഹാവ് ട്രെയിൻ സ്റ്റുഡൻസ് ഇൻ ദാറ്റ് സ്ട്രീം. സ്റ്റാറ്റസ് നോക്കി പോകുന്ന ഒരു സ്ട്രീം, ഒരു കരിയർ ഏതാണ്? വെരി ഗുഡ്. സന്ദീപ് റൈറ്റ്ലി സെഡ് എഞ്ചിനീയറിംഗ് വാസ് ദി എഞ്ചിനീയറിംഗ് സ്റ്റാറ്റസിന്റെ ഒക്കെ പുറത്തേക്ക് പോയി. എഞ്ചിനീയറിംഗ് ശരിക്കും സാലറി ആയിരുന്നു. IAS, IPS, സിവിൽ സർവീസ്, primarily you are attracted for doctors. Of course they have good salary, ഒക്കെ ഉണ്ട്. സിവിൽ സർവീസുകാരന് ഒരു സെക്യൂരിറ്റി ഇല്ല. യു ആർ എ collector today, tomorrow morning you are transferred for no reason of yours. ഒരു കംഫർട്ടും ഇല്ല. 24-hour കോൾ ആണ്. ഒരു IT പ്രൊഫഷണലിനേക്കാൾ സാലറി സിവിൽ സർവീസിന് കിട്ടുന്നില്ല. പക്ഷെ സ്റ്റാറ്റസ് ഭയങ്കരമാണ്. സ്റ്റാറ്റസ് ഭയങ്കരമാണ്. പൊളിറ്റിക്സില് വെരി ഡിഫിക്കൽട്ട്, മൈ ഗുഡ് ഫ്രണ്ട് ആയിഷ, വെരി ഡിഫിക്കൽട്ട് പ്രൊഫഷൻ ആണ് പൊളിറ്റിക്സ്. 20-25 കൊല്ലം കൈയും കാലിട്ട് അടിച്ചിട്ടാണ് ഒരു വാർഡ് മെമ്പറെങ്കിലും ആവുന്നത്.
പക്ഷെ IAS ആവുക ഒരു സ്റ്റാറ്റസ് ആണ്. ഞാനും പഠിച്ചിറങ്ങിയപ്പോൾ സിവിൽ സർവീസിന് എഴുതി. കാരണം 95-94 കാലഘട്ടത്തിലാണ് കിങ് സിനിമ ഇറങ്ങിയത്. ആ സിനിമ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും IAS അക്കാഡമി അന്വേഷിച്ചു, ഒരു പ്രാവശ്യം എഴുതി. ഓക്കെ, അപ്പൊ സ്റ്റാറ്റസ് നിങ്ങളെ വല്ലാതെ ഇതാക്കുന്നതാണ്. ഗ്ലാമർ പ്രൊഫഷൻസ് ഉണ്ട്. ഗ്ലാമർ പ്രൊഫഷൻസ് ഇതില് മീഡിയ ഒക്കെ ഗ്ലാമർ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കാണ് ഈ പ്രശ്നം. മീഡിയ ഇസ് നോട്ട് എ ഗ്ലാമർ പ്രൊഫഷൻ. മീഡിയ ഇസ് എ നോളജ് ഇൻഡസ്ട്രി. അപ്പോ ഫ്യൂച്ചർ ഗ്രോത്ത്, ഞാൻ ഇത് പറയാൻ കാരണം ഇതാണ് പാരന്റ്സ് നോക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് വരാം. നമ്മൾ പറയുന്നത് ഇതൊന്നും അല്ല സാറേ എന്റെ താല്പര്യം. ഇത് ലെഫ്റ്റ് ബ്രെയിനാ. ആദ്യം കാണിച്ചു നോക്കുക, ലെഫ്റ്റ് ബ്രെയിനാ. ഇനി നമുക്ക് ഇമോഷണൽ സൈഡ് നോക്കാം. എന്റെ താല്പര്യം ഇതൊന്നല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതും കൂടെ അനലൈസ് ചെയ്യണം. ദർ ഈസ് ഇനഫ് സാലറി ഇൻ ദ സ്ട്രീം ഓഫ് ലോ. ദർ ഈസ് യു ക്യാൻ ഹാവ് എ ഗ്ലാമറസ് പ്രൊഫഷൻ ഇൻ കോർപ്പറേറ്റ് ലോ. ഫ്യൂച്ചർ ഗ്രോത്ത് ഈസ് വെരി ഹൈ. പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? രണ്ടാമത് സാധ്യതകൾ ഇതില് ഗ്രോത്തിന്റെ സാധ്യത മാത്രം പോരാ. ആസ് എ പേഴ്സൺ ഡു ഐ ക്യാരി ദ പോസിബിലിറ്റി? എനിക്കതിനുള്ള കഴിവുണ്ടോ? ഇഫ് യു ആർ നോട്ട് ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇഫ് യു ആർ നോട്ട് ഗുഡ് അറ്റ് യുവർ സോഷ്യൽ സ്കിൽസ്, ഇഫ് യു ആർ നോട്ട് പേഷ്യന്റ്, ഇഫ് യു ആർ നോട്ട് വാട്ട് ഐ സേ, നിങ്ങളുടെ ആ പേഷ്യൻസ് ഇതൊക്കെ വലിയൊരു ഘടകമാണ്. നിങ്ങൾക്ക് സാധ്യതയുണ്ടോ നോക്കണം. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു പെർസ്യൂ എ കരിയർ? നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എന്തിനോടാണ്? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആൻഡ് പാഷൻ. സംബഡി വാസ് റൈറ്റിംഗ്, പാഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്? You are very bookish, but if you don't have a people oriented attitude, you will confine to be a different kind of lawyer. നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഡിഫറെന്റ് പ്രൊഫൈലുള്ള ഒരു ലോയർ ആവും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇതിന് ചേരുന്നതാണോ? നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുമോ? സംബഡി റോട്ട് ദ ബിഗ്ഗസ്റ്റ് തിങ്, സെൽഫ് ആക്ച്വലൈസേഷൻ ഓർ സെൽഫ് റിയലൈസേഷൻ. My first request, all my good friends, before you choose a career, whether it is law, engineering, medical or civil service, please consider these factors. ഞാൻ ഒരുപാട് പാരന്റ്സ് മീറ്റിൽ പോവാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, ഇവിടെയാണ് നമ്മളും കുട്ടികളും തമ്മിലുള്ള തർക്കം ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഈ 10 ചിലതൊക്കെ കരിയർ ഓഫ് ലോ സഹായകം അല്ല, ഫുൾഫിൽ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഫർദർ ലിസൺ ചെയ്യാം. ബിക്കോസ് അൺഫോർച്ചുനേറ്റ്ലി യുനെസ്കോ എഡ്യൂക്കേഷന് കൊടുത്ത ഡെഫിനിഷൻ നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നു. ദ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ലിവ് ഫ്രം വിതിൻ. ഇഫ് ദറ്റ് ലോയർ ഈസ് ലിവിങ് ഫ്രം വിതിൻ, വെൽക്കം ടു ദിസ് പ്രൊഫഷൻ. ഇഫ് ദറ്റ് ലീഗൽ ബ്രെയിൻ ഈസ് ലിവിങ് ഫ്രം വിതിൻ, എനിക്ക് ആ ഒരു സാധനത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് ഇന്റർപ്രറ്റ് ചെയ്യണം. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് കോർട്ട് റൂം ദിസ് തിങ്. സോ ലിവ് ഫ്രം വിതിൻ, അതിന് സഹായകമാകുന്നതായിരിക്കണം അറ്റ്ലീസ്റ്റ് മൈ ഗുഡ് ഫ്രണ്ട്സ് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പഠിത്തം. ടു ലിവ് ഫ്രം വിതിൻ. അപ്പൊ അതിന് ഒരു പാഷനും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാകും. അതില് ഈ ലീഗൽ സ്ട്രീമിലുള്ള ഇതിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ 10 പ്ലീസ് ബി വെരി ക്ലിയർ അബൌട്ട് ദിസ്. വെദർ യു ഹാവ് ആൻ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫറെന്റ് ആപ്റ്റിറ്റ്യൂഡ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ക്ലാറ്റിക്കലി പരീക്ഷയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ്, മനോഭാവം മാത്രമല്ല, ഇതിന് ഉതകുന്ന ആപ്റ്റിറ്റ്യൂഡ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിന്റെ പാറ്റേൺ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡിൽ ട്രെയിൻഡേ അല്ല ഈ ഒരു ആപ്റ്റിറ്റ്യൂഡിൽ. ഓക്കെ, രണ്ടാമത് നോക്കേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത്, ലൈക്കിങ്സ്, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്. പണ്ട് പറയും വക്കീലിന് നല്ല മെമ്മറി വേണമെന്നൊക്കെ. ആ സ്ട്രെങ്ത് ഇന്ന് വലിയൊരു സംഗതിയല്ല. You Google, you get any citation, any ruling of Supreme Court, any section you can verify. So memory is no more probably the catchword. പണ്ട് അങ്ങനെയല്ല. 83 റൂളിംഗ് കാണാതെ കോട്ട് ചെയ്യാൻ പറ്റുന്ന ലോയർ കോടതിയിൽ വന്നാൽ തന്നെ ജഡ്ജിമാർ പേടിക്കും. ബിക്കോസ് ഈ റീകോൾസ് എവറിത്തിങ് സോ ഫാസ്റ്റ്. ഇപ്പൊ ഞാനൊന്ന് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ now let us look at the second part which I would love to share with you. Conventional court practice അല്ല ഇന്നത്തെ ഒരു വലിയ ചാമ്. കൺവെൻഷണൽ കോർട്ട് പ്രാക്ടീസ് മാത്രമല്ല ഒരു വലിയ ചാമ്. കോർപ്പറേറ്റ് ലോ ഇന്ന് വളരെ ടോപ്പിൽ നിൽക്കുന്നു.
എന്നാലും കൺവെൻഷണൽ കോർട്ട് പ്രാക്ടീസ് ഇന്നും വലിയ ചാമാണ്. ഐ എം നോട്ട് ക്ലിയർ. ഞാനൊരു കാഴ്ചക്കാരനായി അവിടെ പോയിട്ടേ ഉള്ളൂ. പറഞ്ഞു കേട്ടിട്ടുണ്ട് സുപ്രീം കോടതിയിലെ ലിഫ്റ്റിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ കിട്ടും. സം സീനിയർ ലോയേഴ്സ് ആർ ദർ, ഐ ഡോണ്ട് വാണ്ട് ടു നെയിം. അദ്ദേഹം ഫസ്റ്റ് ഫ്ലോർ, അത്ര വലിയ ബിൽഡിംഗ് അല്ല, 4th ഫ്ലോറിലേക്ക് പോകുന്ന ലിഫ്റ്റിൽ ഒരു 4 minutes 3 minutes ലോബിയിലും ആ ലിഫ്റ്റിലും കൂടെ മാക്സിമം ഒരു 5 to 6 minutes. ആ ലിഫ്റ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ സമയം തരും. ഇതിന്റെ മുകളിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നിൽക്കുമോ ഇല്ലയോ. ഇൻ ദാറ്റ് 5 minutes യു വിൽ ഗോ ത്രൂ ദ ഫൈനൽ, അതിന്റെ ക്രക്സ് നോക്കും. അദ്ദേഹം പറയും ഇതിന് അപ്പീൽ കൊടുത്തിട്ട് കാര്യമില്ല, സുപ്രീം കോടതിയിൽ നിന്ന് അപ്പീൽ കിട്ടില്ല, അഡ്മിഷൻ കിട്ടില്ല. ഇത് പറയാൻ ഹി മൈറ്റ് ചാർജ് യു 2 to 4 lakhs. കാരണം അത് ഫൈനൽ വേർഡ് ആണ്. ഓക്കെ, അപ്പോ കോർട്ട് ഓഫ് ലോ ഇന്നും ഇതാണ്. ഗവൺമെന്റ് എക്സാമിനേഷൻസിൽ പലതിനെ കുറിച്ചും നമ്മൾ അവെയർ അല്ല. ഒരു PSC പരീക്ഷയ്ക്ക് സാധാരണ 4 ലക്ഷം ആൾ എഴുതുമ്പോൾ ലീഗൽ സ്ട്രീമിലെ ഒരു ഓപ്പണിംഗിലേക്ക് വിളിച്ചാൽ എഴുതുന്നവർക്ക് എണ്ണം വളരെ ഷ്രിങ്ക് ആവും. കാരണം ഓൺലി ലീഗൽ ഗ്രാജുവേറ്റ്സ് ക്യാൻ അപ്ലൈ. ബട്ട് പോസ്റ്റുകളും കുറവായിരിക്കും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഓൾമോസ്റ്റ് every government departments, either be central or state, they should have a legal person. ഡിസ്കഷനിലുള്ള സാധനമാണ്. ഓരോ പോലീസ് സ്റ്റേഷനിലും ഇനി ഒരു നിയമ ബിരുദധാരിയെ വെക്കാൻ റെക്കമെൻഡേഷൻ ഉണ്ട്. വൈ? അവിടെ നിന്ന് അതിന്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് ആ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുന്നേ അവിടുന്ന് വൗച്ച് ചെയ്താൽ കോടതിയിൽ ആ കേസ് തോൽക്കുന്നത് ഒഴിവാക്കാം. അപ്പൊ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ ഗുഡ് ഫ്രണ്ട്സ്, വെബിനാറിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ചിലതൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. എല്ലാം നമ്മൾ ഇവിടെ കണ്ട് തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. സർ, ഏതൊക്കെ എക്സാം എഴുതണം, ലീഗൽ മെട്രോളജി മാത്രമാണോ, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അഡൾട്രേഷൻ, ഇതിന് എല്ലാ കോടതിയിലും ഒരാളുണ്ടാവും, അതേ ലീഗൽ ഗ്രാജുവേറ്റ് ആക്കണം എന്നൊക്കെ റെക്കമെൻഡേഷൻ ഉണ്ട്. ഡിഫൻസിൽ സ്പെസിഫിക് ആയിട്ട് ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഇന്ത്യയിൽ വളരെ ഓപ്പൺ ആകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് law professors, because many of the foreign universities will come enter into Indian market, because നമ്മളുടേത് 136 billion population ആണ്. ലോകത്തിൽ ഇത്രയധികം +2 ബിരുദ പഠിച്ചിറങ്ങുന്ന ആൾക്കാർ ലോകത്തിൽ എവിടെയും ഇല്ല. നമ്മളിവിടെ +2 വരെ ഒരു സ്ട്രീമിംഗ് ഇല്ലാതെ പാസ്സാക്കും. ഓക്കെ, അതൊക്കെ പുതിയ മാറ്റങ്ങളാണ്. പക്ഷെ +2 കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണ്ടേ? ഓക്കെ, അപ്പോ ഇതൊക്കെ ഒരു ബ്രോഡർ സ്പെക്ട്രമാണ്. അതിനെ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ, കൺവെൻഷണൽ കോർട്ട് പ്രാക്ടീസ് ദയവ് ചെയ്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. ലിറ്റിഗേഷൻ ആസ് എൻ അഡ്വക്കേറ്റ്, അത് വൺ എമംഗ് ദ പോസിബിലിറ്റി ആണ്. ജുഡീഷ്യറി ഇന്ന് വളരെ ചില പ്രൊഫൈലുള്ള ആളുകൾക്ക്, ഞാനതാ പറഞ്ഞത്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കണം. ജുഡീഷ്യറിയിലേക്ക് കയറിയാൽ സോഷ്യൽ മിംഗ്ലിംഗ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആവും. അപ്പൊ നിങ്ങൾ ആ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണെങ്കിൽ, ഐ ഡോണ്ട് പ്രിഫർ ടു ബി എ ജുഡീഷ്യൽ ഓഫീസർ, ബിക്കോസ് ഐ എം എ പീപ്പിൾ പേഴ്സൺ. ഐ വാണ്ട് ടു ബി എമംഗ് പീപ്പിൾ. ഓക്കെ, സോഷ്യൽ അഡ്വക്കസി, ആരോ പറഞ്ഞു, ടു ബി എ വോയിസ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, ഇന്ന് NGOസും ഇന്ത്യയിൽ തന്നെ ഒരു നിയമ വിദ്യാർത്ഥിയാണ് ഒരു ശബ്ദമുയർത്തിയതിന് ഇപ്പോ ജയിലിൽ കിടക്കുന്നത്. ഓക്കെ, ചില നിയമ വിദ്യാർത്ഥികളാണ് എന്താ പറയാ, കൊമേഡിയനെതിരെ കേസ് കൊടുത്തത്. ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലോ ഫോംസ് ഈസ് എ ബിഗ് അവന്യൂ. കാരണം ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ, UK നിങ്ങൾക്ക് ഒരു വാടക റെന്റ് അഗ്രിമെന്റ് എഴുതണമെങ്കിൽ, അസ്യൂം ഓർ ജസ്റ്റ് ഇമാജിൻ, UK നിങ്ങൾ എഴുതണമെങ്കിൽ അവിടുത്തെ നോർമൽ ഫീ ആയിരിക്കും പ്രോബബ്ലി 100 to 150 pounds. ഓക്കെ, ഒരു വാടക എഗ്രിമെന്റ് എഴുതാൻ, റെന്റ് എഗ്രിമെന്റ് എഴുതാൻ മിനിമം ഇൻ UK, US, I have traveled to as a professional speaker. I had the privilege to travel to almost all the continents in the world except South Africa. I've been to US representing India as a cultural ambassador in the year 2012. 45 days I was there. കോടതികളിൽ ഞങ്ങളെ കൊണ്ടുവരുന്നതിന് ബെസ്റ്റ് പ്രാക്ടീസ് പഠിക്കാൻ. I have visited London twice.
for training sessions in corporate. I visited Oxford. I've been there to Cambridge University, of course, as a visitor. എന്നാലും അവിടുത്തെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലതും പഠിക്കുന്നു. UK നിങ്ങൾ ഒരു ലീഗൽ എഗ്രിമെന്റ് എഴുതാൻ £100 കൊടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് കമ്മിങ് ടു സംതിങ് ലൈക്ക് 10,000 rupees മിനിമം. ഞാൻ പറയുന്നത് വാട്ട് ദേ ആർ ഡൂയിങ്, അവിടുത്തെ ഒരു ലോയർ ഈ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് ഈ റിക്വയർമെന്റ് വാങ്ങും, അതിന്റെ പേരും ഹെഡിങ്ങും കണ്ടീഷൻസും ഒക്കെ മാറ്റാനേ ഉണ്ടാവുള്ളൂ. ഇന്ത്യയിലേക്ക് അത് മെയിൽ ചെയ്യും. ഇന്ത്യയിലെ ഒരു ലോയർക്ക് 2,000 rupees കൊടുത്താൽ he will be delighted because in 1 hour you can draft a or edit a legal agreement, ഒരു rent agreement. ഓക്കെ, ആഘോഷിക്കും അദ്ദേഹം. കാരണം ഒരു ദിവസം 3 എണ്ണം എഴുതിയാൽ he will be paid 6,000 rupees a day. I am just giving you an example. He will charge 10,000. We are working. He will take 8,000. We will get 4,000 or 3,000. അതാണ് legal process outsourcing. Law is one of the costliest professions in all other countries. ഇന്ത്യയിലുമാണ്, ഇന്ത്യയിലും ഹയർ ജുഡീഷ്യറിയിൽ നോ ഡൗട്ട്. പക്ഷെ US-ലൊക്കെ ലോയേഴ്സ് ആർ ദ റിച്ചസ്റ്റ്. ബിസിനസ് ആൻഡ് ലോ ഇനി ബൂം ചെയ്യാൻ പോകുന്നതാണ്. കാരണം എല്ലാ ഇതിലും മാനേജ്മെന്റിനേക്കാൾ ഇപ്പം റിസ്കി ആയി വരുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്, Facebook is facing a big legal issue. Google is facing a big legal issue, not management issue. Amazon is about to be finding the threat of India government banning Amazon in India. Already Retailers Association representation കൊടുത്തു കഴിഞ്ഞു. If Amazon is banned, they can only fight it legally. മാനേജ്മെന്റിന്റെ ഒരു ഫണ്ടാഷോടെ നടക്കില്ല. അപ്പൊ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കണം. ഈ എല്ലാ പത്രങ്ങൾക്കും ഇന്ന് ഹൈക്കോടതിയിലും ജില്ലകളിലും ഒരു മീഡിയ പേഴ്സൺ ഉണ്ട് വിത്ത് ലീഗൽ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾക്ക് മനോരമയോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് the biggest news events are happening in and around the courts. റിസർച്ച് ആൻഡ് അക്കാഡമിക്സ് താല്പര്യമുള്ളവർക്ക് പോകാം. കോർപ്പറേറ്റ് ലോ ഒരു വലിയ അവന്യൂ ആണ്. ഇതിന്റെയൊക്കെ മിക്സ് ആണത്. ഞാൻ അതിന്റെ ഒരു ചെറിയ ശതമാനം കാണിച്ചു തരാം. 14% മാത്രമേ ഇപ്പോ കോട്ടിട്ടിട്ട് വക്കീലന്മാരാകുന്നുള്ളൂ. ഫോറിൻ ലോ ഫോംസ് യു സി ദ പെർസെന്റേജ് 21% ഓൾറെഡി ഈ 2005-2000 ശേഷം വരുന്ന മാറ്റമാണിത്. ഓക്കെ, ഇന്ത്യൻ ലോ ഫോംസ് അബ്സോർബ് ചെയ്യുന്നത് മേജർ ജങ്കായി ലോ ഫേംസ്. സെബി, RBI എന്ന് പറഞ്ഞ പോലെ ഇന്ത്യൻ റെയിൽവേസിലൊക്കെ ലീഗൽ പോസ്റ്റുകളുണ്ട്. അത് നമ്മൾക്ക് ലീഗൽ ഗ്രാജുവേറ്റ്സിന് റിസർവ്ഡ് ആണ്. ഹയർ എഡ്യൂക്കേഷന് പോകുന്നത് സംതിങ് ലൈക്ക് ബിലോ 6% ഉള്ളൂ. അതും ഇപ്പൊ മാറി വരുന്നുണ്ട്. LLM-നൊക്കെ പോകുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട്. അപ്പോ കൺവെൻഷണൽ കോർട്ട് പ്രാക്ടീസ് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് അതിന്റെ പുതിയ സിറ്റുവേഷൻ എന്ന് കണ്ടിട്ട് ഡോണ്ട് ഫോർഗെറ്റ് ദ 10 elements which I discussed earlier. അത് നിങ്ങൾക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ തരുന്നതാണെങ്കിൽ മാത്രം ഇതിലേക്ക് വരിക. അങ്ങനെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലോയിലെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവല്യൂഷനിലെ ബേസിക്സ് മാത്രമേ ഇന്ന് എനിക്ക് പറയാൻ സമയം കാണുകയുള്ളൂ. I will be speaking more about CLAT and CLEA. ഒരു എന്താ പറയുക, ഫെയിലിയർ ഓഫ് എക്സ്പെക്ടേഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് പറയുന്നത്. LLM-നെ കുറിച്ച് ഞാൻ ബ്രീഫായിട്ട് പറയും. കരിയർ ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റ് ലോ ഞാൻ പറഞ്ഞത് I can't give you a right away solution. സാറ് 25 കൊല്ലമായിട്ട് പ്രാക്ടീസ് കൂടുതൽ ശ്രദ്ധിക്കാതെ എന്തുകൊണ്ട്? ഇറ്റ് ഈസ് മൈ കോളിംഗ്, ആസ് ഐ സെഡ്. UN-ൽ ഒരുപാട് ലീഗൽ പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. ഇന്റർനാഷണൽ ലേബർ കോർട്ടിൽ ആവശ്യമുണ്ട്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ആവശ്യമുണ്ട്. അവർ ബ്ലെസ്സിങ് ഈസ് വി ആർ റിലേറ്റീവ്ലി ഫെമിലിയർ വിത്ത് ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ലോവുമായിട്ട് നമ്മൾ ഫെമിലിയർ ആണ്. ഇപ്പൊ ഗ്ലോബൽ എക്സ്പോഷറിന് ഇന്ത്യൻ ലോയേഴ്സിന് അതിന്റെ ഒരു റൈറ്റ് പിച്ചിങ് വരുമ്പോൾ സാധ്യത കൂടുതലാണ്. ഇനി ഇതിലൊന്നും പറയാത്ത ഒരു സാധ്യത ഞാൻ അതിൽ ഉൾപ്പെടുത്താത്ത എന്താ വെച്ചാൽ, ഇപ്പോൾ അത് വന്നിട്ടില്ല, വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ്. ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് വരികയാണെങ്കിൽ IAS IPS കഴിഞ്ഞാൽ പിന്നെ IJS ആയിരിക്കും മോസ്റ്റ് ഇൻ ഡിമാൻഡ്. അഥവാ അങ്ങനെ ഒരു ഗേറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ
നിയമബിരുദധാരികൾക്ക് മാത്രമേ IJSന് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. IASന് ആർക്ക് വേണമെങ്കിൽ അപ്പിയർ ചെയ്യാം, IPSന് ആർക്ക് വേണമെങ്കിൽ അപ്പിയർ ചെയ്യാം, IFSന് ആർക്ക് വേണമെങ്കിൽ അപ്പിയർ ചെയ്യാം. പക്ഷെ IJS വിൽ ബി എക്സ്ക്ലൂസീവ്ലി ഫോർ ലീഗൽ ഗ്രാജുവേറ്റ്സ്. അപ്പൊ അത് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് 3-4 എന്താ പറയാ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 5-6 ബാച്ചിലേക്ക് there will be dearth of enough students. നല്ല കാൻഡിഡേറ്റ്സിന് സാധ്യത കുറവായി. അവിടെയാണ് നിങ്ങൾ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിച്ചാലുള്ള വ്യത്യാസമുള്ളത്. ലോ റിലേറ്റഡ് കോഴ്സിന് അടിസ്ഥാനപരമായി നിങ്ങൾ LLB തന്നെ എടുത്തേ പറ്റൂ. LLBയിലേക്ക് പോകുമ്പോൾ 2 സാധ്യതയുള്ളത്. ഒന്ന്, സ്റ്റേറ്റ് LLB you can pursue or you can look at national law schools. That's why I said please don't have that confusion that I am going to give in details the job opportunities after law. I don't run a placement this thing, but I have explored those kind of possibilities. +1 +2 സ്റ്റുഡൻസിന് കൂടുതൽ ഈ കരിയറിലേക്ക് വരാനുള്ള വഴികളാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വെബിനാറിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ the next 10 minutes I will be explaining നിങ്ങൾക്ക് എഴുതാൻ സാധ്യമായ പരീക്ഷകളുടെ ലിസ്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. I can happily say നാഷണൽ LLBയിലേക്ക് സ്റ്റേറ്റ് LLBയിലേക്കും ജോബ് സെക്യൂർ 12 വർഷമായി ഇവോൾവ് ചെയ്ത് വരുന്നത്. ഇതിലെ ഈ പരീക്ഷയുടെ ഒരു തകരാർ എന്താ വെച്ചാൽ ഈ പരീക്ഷ ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടില്ല. എഞ്ചിനീയറിംഗ് പരീക്ഷ സ്റ്റേബിൾ ആയി, നീറ്റും JEE ഒക്കെ സ്റ്റേബിൾ ആയി. ഇങ്ങനെയാണ് നടക്കേണ്ടത്, ഇന്ന സമയത്ത് നടക്കും, അതിന്റെ സിലബസ് കരിക്കുലം ഒക്കെ സ്റ്റേബിൾ ആയി. പക്ഷെ ലോ ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടില്ല. 2017 LLB എക്സാം നടന്നത് ജൂലൈയിലാണ്. 2018 അത് പെട്ടെന്ന് പിടിച്ച് ഏപ്രിലേക്കാക്കി. ക്ലാറ്റ് പരീക്ഷ കഴിഞ്ഞ കൊല്ലം നടന്നത് കൊറോണ ഇഷ്യൂ കൊണ്ടാണ്. ക്ലാറ്റിൽ നിന്ന് നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ വിഡ്രോ ചെയ്തു. സുപ്രീം കോടതി അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പരീക്ഷയ്ക്ക് ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോ ഒരു 2000-ലധികം കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുകയും 1000-ലധികം കുട്ടികളെ നമ്മൾ പ്രീമിയം ലോ സ്കൂൾസിലേക്ക് എത്താനും ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് കേരള ലോ സ്കൂൾസിലേക്ക് എത്താനും സഹായിച്ചതിന്റെ ഒരു ചെറിയ അറിവാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാം, അദീദ് എന്ന് പറയുന്ന കോഴിക്കോടുകാരനായ മിടുക്കനായ വിദ്യാർത്ഥി എൻ്റെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. 2013 ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഈ ക്വാളിഫൈഡ് ടു നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഞാൻ എപ്പോഴും പറയും, അദീദിന്റെ ആ പാഷനും കഠിനാധ്വാനവും ഞങ്ങൾ കൊടുത്ത ചില വഴി കാണിക്കലും അദ്ദേഹത്തിന് അത് സാധിച്ചു. ഈ അപ്പിയർഡ് ഫോർ സിവിൽ സർവീസ്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം IRS-നാണ് ക്വാളിഫൈ ചെയ്തത്. ഈസ് അപ്പിയറിംഗ് ഫോർ IAS ദിസ് ടൈം. ലാസ്റ്റ് ടൈം പരീക്ഷ നടക്കാത്തതോട് ഇരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോടൊന്നും ഇതൊക്കെ സാധിക്കുന്നുണ്ട്. 50-ലധികം കുട്ടികൾ നാഷണൽ ലോ സ്കൂൾസിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളെ ഇവിടുത്തെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച കുട്ടികളെ ആ ഗ്രൂമിങ് നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബാങ്കുകളിൽ കയറിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിന്റെ സാധ്യതകളാണ് അടുത്ത ഒരു ഓപ്ഷനിൽ ഞാൻ പറയുന്നത്. ക്ലാറ്റ് ആണ് ഇതില് നാഷണൽ ലെവലിലെ ഒരു പ്രധാന ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയില്ല. ഇതിനെക്കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങളും ഞാൻ വഴിയെ പറയും. ഇതിനെ കണ്ട് തെറ്റിദ്ധരിച്ച ആരും ഇതിൽ പോകരുത്. ക്ലാറ്റ് പഠിക്കുക എന്നുള്ളത് ഒരു കോസ്റ്റ്ലി അഫയർ ആണ്. അപ്പൊ രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ അത് അറിയാതെ പോയി കുഴി ചാടരുത്. ഓക്കെ, 58,000 പേരാണ് റഫ്ലി കഴിഞ്ഞ പ്രാവശ്യം 2200-ഓളം സീറ്റുകൾക്ക് പോയത്. നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ കാണാം, യുവർ പ്രോബബിലിറ്റി ഈസ് 1:25. 25 പേരിൽ ഒരാൾക്കേ കിട്ടുന്നുള്ളൂ. എന്നാൽ നിങ്ങളെ നീറ്റും അതും നോക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഈസ് മോർ ദാൻ 1:10,000. 5 ലക്ഷത്തിൽ മേലെ ആളുകളാണ് ആ പരീക്ഷയ്ക്ക് എഴുതുന്നത്. IIM-ലേക്ക് കയറുന്ന പോലെ ആളുകൾ ഇപ്പോൾ ലോ സ്കൂളുകളെ ആലോചിച്ച് തുടങ്ങി. ബി സ്കൂളിനേക്കാൾ റിലേറ്റീവ്ലി ലോ സ്കൂളുകൾ ഇപ്പൊ പ്രിഫറൻസ് വരുന്നത്. ആസ് ഐ സെഡ്, ഗൂഗിൾ ഈസ് ഫേസിംഗ് എ ലീഗൽ ചാലഞ്ച്, നോട്ട് എ മാനേജീരിയൽ ക്രൈസിസ്. Sundar Pichai is summoned and he'll have to answer. Only lawyers can counsel him. Sir, നമ്മൾ ഇത് ഇങ്ങനെ പറഞ്ഞാൽ കുടുങ്ങും. We are not supposed to violate the monopoly law like this. നമുക്ക് അതിന്റെ മുകളിൽ പെനാൽറ്റി വരാൻ സാധ്യതയുണ്ട്. All these companies have been penalized. Millions of dollars.
millions of dollars, including Coca-Cola. അപ്പൊ കേരള LLB നോക്കുകയാണെങ്കിൽ 5 ഇയറിൽ 360 സീറ്റാണുള്ളത്. 40 സീറ്റ് കഴിഞ്ഞ കൊല്ലം വർദ്ധിച്ചു. ഞാൻ ഗവൺമെന്റ് സീറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. 7000-ഓളം പേരാണ് ആ പരീക്ഷയ്ക്ക് ഹാജരായത്. നിങ്ങളുടെ പ്രോബബിലിറ്റി 16, 1:15, 15-16 ഒരാൾക്കാണ് കിട്ടുക. അങ്ങനെ കിട്ടുന്നവർക്കാണ് ലാസ്റ്റ് ഇയർ കൊറോണ കാലത്ത് നമ്മുടെ അടുത്ത് 200 പേര് പഠിച്ചിട്ട് 82 പേര് കേരളത്തിലെ ഗവൺമെന്റ് ലോ കോളേജിൽ കയറിയപ്പോൾ മൈ സക്സസ് റേഷ്യോ വാസ് മോർ ദാൻ 50%. 2-ൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. 16-ൽ ഒരാൾക്ക് സ്റ്റേറ്റ് ആവറേജ് ഉള്ളപ്പോൾ 2-ൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. 3 ഇയർ ഒരു സാധ്യതയാണ്. 3 ഇയറുകാരും ഇതിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3 ഇയറുകാരുടെ സീറ്റ് കൂടിയിട്ടുണ്ട്. 420 സീറ്റ് ഉണ്ട്. 3000 പേരെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അടുത്തതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ വി ഷുഡ് ബി താങ്ക്ഫുൾ ടു മനോരമ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചില സാധ്യതകളെ കുറിച്ച് അറിയാനൊക്കെ ഈ ഒരു ഇതുവരെയുള്ള സംഭാഷണം ഗുണകരമായി എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ജോയിന്റ് എഫേർട്ട് ബിറ്റ്വീൻ ജോബ് സെക്യൂർ ആൻഡ് ഹൊറൈസൺ മനോരമ. ഓക്കെ, ക്ലാറ്റ് പരീക്ഷയുടെ ഒരു ബ്രീഫ് ഞാൻ തരാം. ഇൻഡിവിജ്വൽ ഡൗട്ട്സ് നിങ്ങൾ മനസ്സിലാക്കുക. 150 പേര് കേൾക്കുമ്പോൾ ഒരാളുടെ ചോദ്യത്തിന് നമുക്ക് കുറെ സമയം കളയാൻ പറ്റില്ല. എന്നാലും ജനറൽ ആയിട്ട് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണെങ്കിൽ ആഫ്റ്റർ ദ സെഷൻ ഐ വിൽ ടേക്ക് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്ലാറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ആമുഖമായി എനിക്ക് പറയാനുള്ളത്, ലോ എൻട്രൻസുകൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ആദ്യമേ നടക്കുന്ന പരീക്ഷയാണ്. കഴിഞ്ഞ കൊല്ലം കേരള LLB നീറ്റിന്റെ മുന്നേ നടന്നു, ജെഇയുടെ മുന്നേ നടന്നു, എഞ്ചിനീയറിംഗ് ഇതിന്റെ മുന്നേ നടന്നു. മൈ ഫസ്റ്റ് സജഷൻ ഈസ് +2 കഴിഞ്ഞ് ക്രാഷ് കോഴ്സ് ചെയ്തിട്ട് ക്ലാറ്റ് പോലെയുള്ള പരീക്ഷ പാസ്സാകാം എന്നുള്ള ധാരണ മാറ്റേണ്ട സമയമായി. ക്ലാറ്റിന്റെ പാറ്റേൺ മൊത്തത്തിൽ മാറി. ക്രാഷ് കൊണ്ട് ക്ലാറ്റ് എഴുതാനുള്ള സാധ്യത വളരെ 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 പരിമിതമാണ്. Metro cities like Bangalore and Bombay, if you look at Delhi and such other place, students have started preparing for CLAT from 10th standard onwards. കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സാധനം തലേദിവസം രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. റീഡിംഗ് കോംപ്രിഹെൻഷൻ തലേദിവസം ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഞങ്ങളെ കുട്ടികളെ കഴിഞ്ഞ പോലെ ഞങ്ങൾ ഒരു 1 ഇയർ ഫുള്ള് പഠിപ്പിച്ചിട്ട് all of a sudden there was a syllabus change. But I could easily adapt to that. കാരണം റീഡിംഗ് കോംപ്രിഹെൻഷനും ലോജിക് റീസണിങ്ങും ലീഗൽ റീസണിങ്ങും 3ഉം എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. ഓക്കെ, ഇപ്പൊ ക്ലാറ്റിന് ഏജ് ലിമിറ്റ് ഇപ്പോൾ ഇല്ല. ശ്രദ്ധിച്ച് കേൾക്കുക, ഇപ്പോൾ ഇല്ല. സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ പരിഗണനയിലുണ്ട്. പക്ഷെ പുതിയതായി കൊടുത്തൊരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് പ്രായം ഒരു മാനദണ്ഡമാക്കേണ്ടതില്ല, വൈകി വന്നാലും വേണമെങ്കിൽ പഠിച്ചോട്ടെ എന്നൊരു അഭിപ്രായ പ്രകടനമാണ് അതിന് അഡ്മിഷൻ കൊടുക്കുമ്പോൾ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഏജ് ലിമിറ്റ് ഇല്ല. അതേ അവസ്ഥയാണ് കേരള LLBക്കും. ഇപ്പോൾ ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷെ അവര് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം എഴുതുന്നുണ്ട്, സബ്ജക്ട് ടു ദ ഒബ്സർവേഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഓക്കെ, 10+2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഞാൻ കാണിക്കാൻ പോകുന്നതിലെ ഭൂരിഭാഗം പരീക്ഷകൾക്കും ഇതേ ക്വാളിഫിക്കേഷൻ ആണ് കൂടുതലായി വരുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേതിന് വ്യത്യാസമുണ്ട്. 45% പോരാ, 60% വേണം. ജനറലി ഓൾമോസ്റ്റ് ഓൾ ദി എക്സാം ദിസ് ഈസ് ദ മിനിമം റിക്വയർമെന്റ്. അതിൽ വളരെ ക്ലിയർ ആയി ഞാൻ പറയട്ടെ, 44.9 ആണെങ്കിൽ പോലും ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ്. റൗണ്ടിങ് ഓഫ് നിയറിലേക്ക് പോകുന്നില്ല. അങ്ങനത്തെ അനുഭവം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ കാലത്ത് +2കാർക്ക് ആ പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെ 3 ഇയറുകാർ ശ്രദ്ധിക്കുക. 3 ഇയറിൽ കഷ്ടി 45 കൂട്ടിയാലുണ്ട്, ലാംഗ്വേജും കൂടെ കൂട്ടുമ്പോൾ ഉണ്ട്. അങ്ങനെ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല യൂണിവേഴ്സിറ്റി തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ക്ലാറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ക്ലാറ്റിന് ഒരു ലാസ്റ്റ് മിനിറ്റ് തട്ടിക്കൂട്ട് ഗുണകരമല്ല. കാരണം മാർച്ച് 31 നിങ്ങൾക്ക് അപേക്ഷിക്കാം. ക്ലാറ്റിന് ജനറലി അപേക്ഷിക്കേണ്ടത് എന്നുള്ള യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെയാണത്. പക്ഷെ എന്നാലും ജനറലി വന്ന മാറ്റങ്ങളും വിശദമായി ഞാൻ അതിൽ പറയുന്നുണ്ട്. ബ്രീഫായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ പറയും. ബിക്കോസ് വി ഹാവ് ടു റെസ്പെക്ട് ദ ടൈം ഗിവൺ ടു അസ്. ഓക്കെ, മാർച്ച് 31 അപേക്ഷിക്കണം.
അത് മാർച്ച് 31 വരെ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത ഗുണകരമല്ല. നിങ്ങളുടെ ബോർഡ് എക്സാംസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. അതിന്റെ മുന്നേ ഇഫ് യു ആർ പ്ലാനിങ് ടു അപ്ലൈ ചിന്തിക്കുന്നത് നല്ലതാണ്. 22 നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്കാണ് ക്ലാറ്റിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുന്നത്. കുട്ടികൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ക്ലാറ്റ് എഴുതിയാൽ ഇന്ത്യയിലെ എല്ലാ ഇതിലും കിട്ടും. ഇല്ല, കേരളത്തിലെ ലോ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ക്ലീ വേറെ തന്നെ എഴുതണം. മുൻ വർഷങ്ങളിൽ ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്താൽ ക്ലീയിൽ നിങ്ങളുടെ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി നന്നാകാറുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് അതിന് സാധ്യതയില്ല. കാരണം ക്ലാറ്റിന്റെ മോഡ്യൂൾ വേറെയാണ്, ക്ലീയുടെ മോഡ്യൂൾ വേറെയാണ്. മറ്റ് ഇന്ത്യയിലെ 70% പരീക്ഷകളുടെ മോഡ്യൂളും ക്ലാറ്റിന്റെ മോഡ്യൂളുമായി ബന്ധമില്ല. അപ്പൊ 22 ലോ യൂണിവേഴ്സിറ്റികളിലായി 2200 അടുത്ത് സീറ്റുകളാണ് നമുക്കുള്ളത്. ഒരു റാങ്കിങ് ആരും അങ്ങനെ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും ക്ലാറ്റ് കൺസോർഷ്യത്തിന്റെ നോക്കിയാൽ ബാംഗ്ലൂരാണ് നമ്പർ 1, ഹൈദരാബാദ്, പിന്നെ ഭോപ്പാല്, കൽക്കട്ട, ജോധ്പൂർ, നുവാൽസ്, കൊച്ചിൻ. എൻ്റെ ഒരു ഫീഡ്ബാക്ക് വെച്ച്, നമ്മളിൽ നിന്ന് പുറത്തു പോയ കുട്ടികളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് കേരളത്തിലായി പോവേണ്ടതിന് ഒരു മോശം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. 11ാമത്തെ റാങ്കാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും വലിയ മറ്റെന്തിനെ നോക്കുമ്പോൾ സാമ്പത്തികമായി കുറച്ച് ഫീസ് കുറവാണ്. അങ്ങനെ ദൂരെ അയക്കാൻ മടിക്കുന്ന രക്ഷിതാക്കൾക്ക് കൊച്ചിയിലെ നാഷണൽ ലോ സ്കൂൾ വളരെ നന്നായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് പുതിയ ബിൽഡിങ്ങും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വന്നതിന് ശേഷം റാങ്ക് പതിയെ പതിയെ മേലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം 22ൽ 11ാമതായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മുന്നോട്ടുള്ള വരവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഫൈനൽ ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ ഈസ് 31st March. എന്ത് അപ്ലോഡ് ചെയ്യണം, എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇങ്ങനെ ഒരു വെബിനാറിൽ നോക്കേണ്ട കാര്യമില്ല. കാരണം വെബ്സൈറ്റുകൾ നിങ്ങളുടെ മെയിൽ ID ഞങ്ങൾക്ക് ലഭ്യമാവുകയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രസന്റേഷൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിലെ വേണ്ട സാധനങ്ങൾ, അതായത് ഏത് പരീക്ഷ എടുക്കണം, വരുന്ന സ്ലൈഡുകളിൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ക്ലാറ്റ് 200 മാർക്കിന്റെ പേപ്പറിൽ നിന്ന് 150ലേക്ക് കുറച്ചു കഴിഞ്ഞ വർഷം. വളരെ നല്ലൊരു കാര്യമായി നമുക്ക് തോന്നി. പക്ഷെ 2 മണിക്കൂർ കൊണ്ട് 48 പേജുള്ള ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ കനമാണ് ഞാൻ പറയുന്നത്. 48 പേജ് വായിക്കാനുണ്ടായിരുന്നു. 48 പേജ് 2 മണിക്കൂർ കൊണ്ട് വായിക്കണമെങ്കിൽ ഈ മേഖലയിൽ 12 വർഷമായി നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയാം, അതൊരു അൺസയന്റിഫിക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അൺറിയലിസ്റ്റിക് ആണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ ക്വസ്റ്റ്യനും റീഡിംഗ് കോംപ്രിഹെൻഷനിലേക്ക് മാറുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു സ്കില്ല് മാത്രം ടെസ്റ്റ് ചെയ്യുന്നു. അതിന്റെ കാരണവും ഞാൻ ഈ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. ക്ലാറ്റ് കൺസോർഷ്യം കുട്ടികളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. 150 ക്വസ്റ്റ്യൻ ആണുള്ളത്. 1:4 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. നെഗറ്റീവ് മാർക്കിങ്ങിനെ ടാക്കിൾ ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിർണായകമായ ഒരു സ്കില്ലാണ്. അവിടെയാണ് നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ ആവശ്യം ഉണ്ടാവുക. അവിടെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ കൂടുതൽ തിരുത്തിയിട്ടുള്ളത്. എന്തിനാണ് അതീതെ ഇങ്ങനെ ചാടി കയറി നെഗറ്റീവ് അടിക്കുന്നത്? റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ കുട്ടി എൻ്റെ വെബ്സൈറ്റിലിട്ട ടെസ്റ്റിമോണിയൽ ഇതാണ്. ഇറ്റ് വാസ് ദിനേഷ് സാർ ഹു ഓപ്പൺ മൈ ഐസ് ആൻഡ് കൺവിൻസ്ഡ് മീ റീസണിങ് ഈസ് നോട്ട് ഡിബേറ്റിംഗ്. റീസണിങ് ഈസ് നോട്ട് ഡിബേറ്റിംഗ്. ആ കുട്ടി എന്തിനേ തർക്കിക്കായിരുന്നു? നിങ്ങൾക്ക് റീസണിങ് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ആ യുക്തി എടുത്ത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ക്ലാറ്റിന് കുറവാണ്, 1:4 ആണ്. ക്ലീല് 1:3 ആണ്. 3 തെറ്റിയാൽ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു മാർക്ക്, ഒരു ശരി ഉത്തരം പോയി. ഇവിടെ 4 തെറ്റണം. അതിന്റെ സ്ട്രാറ്റജിയിലേക്ക് പോകാൻ ഇപ്പൊ നമുക്ക് നിർവാഹമില്ല. ക്ലാറ്റിന്റെ പാറ്റേണിൽ വന്ന ഗണ്യമായ ഒരു മാറ്റം ഇതാണ്. ഓക്കെ, ഗണ്യമായ ഒരു മാറ്റം. അതായത് നമ്മൾ നോക്കിയാൽ കാണാം, കറണ്ട് അഫയേഴ്സിന് 40 ക്വസ്റ്റ്യൻ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഇന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടല്ല ചോദിക്കുന്നത്. ഒക്കെ MCQs ആണ്. പക്ഷെ ഹു ഈസ് ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക അല്ല ചോദിക്കുന്നത്. എത്രാമത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ?
Can you put it in the chat box? Very good. Mohammed is very precise. Okay. ഏത് കോടതിയാണ് അവസാനമായി ട്രംപിന്റെ ഇത് തള്ളിയത്? ഏത് കോടതിയിലാണ്, എന്ത് പറഞ്ഞിട്ടായിരുന്നു ലിറ്റിഗേഷൻ വന്നത്? അത് സുപ്രീം കോർട്ടല്ല. അതാണ് അവിടുത്തെ വ്യത്യാസം. ഫെഡറൽ കോർട്ടിലല്ല അത് വന്നത്. അപ്പൊ നിങ്ങൾക്ക് വരാൻ പോകുന്നത് അമേരിക്കയില് ട്രംപിന്റെ വക്കീലന്മാർ കൊടുത്ത ഒരു ലിറ്റിഗേഷന്റെ ഒരു ആർട്ടിക്കിൾ തരും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ഓഫ് ജുഡീഷ്യറി ആൻഡ് ദെയർ സിസ്റ്റം? അവിടെ സ്റ്റേറ്റിന്റെ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് അഫയർ. ഇലക്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് അഫയർ ആണ്. അതുകൊണ്ടാണ് ട്രംപിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇറ്റ്സ് നോട്ട് എ സെൻട്രൽ അഫയർ, ഇറ്റ്സ് എ സ്റ്റേറ്റ് അഫയർ. അപ്പൊ നമുക്ക് ചോദ്യം വരും, 17 സ്റ്റേറ്റ് ഫയൽ ചെയ്തു. വെരി ഗുഡ്. 17 തള്ളി. അപ്പൊ അത് തള്ളിയത് കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്ത് വകുപ്പ്? ഇതാണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്നത്. ലെറ്റ് മീ ടെൽ യു മൈ ഗുഡ് ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ കണ്ടാല് ലെവല് കുറച്ച് നല്ല കൂടുതൽ തന്നെയാണ്. ലീഗൽ റീസണിങ്ങിൽ പണ്ട് നമുക്ക് മുന്നേ കൂട്ടി ചില ഇതൊക്കെ പഠിച്ചു പോവായിരുന്നു. വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ മീൻസ് അത് പഠിച്ചു പോവായിരുന്നു. ഇഫ് യു കൺസെന്റ് ടു മേക്ക് ടു സംതിങ്, you cannot later on complain about it. Consent makes law. Okay, അത് നേരത്തെ തന്നെ തീരുമാനിക്കാമായിരുന്നു, നേരത്തെ തന്നെ പഠിച്ചിട്ട് പോകാമായിരുന്നു. ഇന്ന് അവർ പറയുന്നത് ഞങ്ങൾ മെമ്മറി ടെസ്റ്റ് നടത്തുന്നില്ല, ഞങ്ങൾ ഓൺലി ആപ്ലിക്കേഷൻ ടെസ്റ്റ് നടത്തുന്നുള്ളൂ. ഓക്കെ, ശബരിമല വേർഡിക്റ്റ് ഏത് ആർട്ടിക്കിളിന്റെ മുകളിലാണ് പ്രൊനൗൺസ് ചെയ്തത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളിന്റെ മുകളിലാണ് പ്രൊനൗൺസ് ചെയ്തത്? കൺസിഡറിംഗ് വിച്ച് ആർട്ടിക്കിൾ ലേഡീസ് ക്യാൻ എൻ്റർ എന്ന് പറഞ്ഞത്? ഐ ഗോട്ട് 3 ആൻസേഴ്സ്. അതിൽ ഒരാൾ മാത്രമാണ് പ്രിസൈസ് ആയിട്ട് ആർട്ടിക്കിൾ 25 കുറിച്ച് പറഞ്ഞത്. മോർ ദാൻ ആർട്ടിക്കിൾ 14 ഇറ്റ് ഈസ് റിലൈങ് ഓൺ ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 14 ഉണ്ട്, ജനറൽ ആണ്, ഇൻ ദ റൈറ്റ് ടു ഈക്വാലിറ്റി. പക്ഷെ പ്രിസൈസ് ആയിട്ട് വന്നത് 25 ജെൻഡർ ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ലേഖനമാണ് നിങ്ങൾക്ക് തരിക. 25 ഇന്റർപ്രിട്ടേഷൻ. ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഗെയിം മൈ ഗുഡ് ഫ്രണ്ട്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ന്യൂമറിക്കൽ എബിലിറ്റി മാറ്റിയിട്ട് അവർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലേക്ക് പോയി. അത് നല്ലതാണ്. നിങ്ങൾക്ക് മാത്സിലെ കാൽക്കുലേഷൻ അല്ല അവർ ചോദിക്കുന്നത്. 2020 ക്ലാറ്റ് പരീക്ഷയുടെ ലീഗൽ റീസണിങ് എന്ന ഏരിയ യൂട്യൂബിൽ നിങ്ങൾക്ക് ജോബ് സെക്യൂറിയുടെ ചാനൽ സെർച്ച് ചെയ്താൽ ഫ്രീ ആയിട്ട് കാണാം. ഐ ഹാവ് ഗിവൺ ആൻ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് പുതിയ സിസ്റ്റത്തിലെ മാറ്റം വന്നത്. അത് മുഴുവൻ ഇവിടെ എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷെ കോർട്ട് വേർഡിക്സ് മുഴുവൻ പഠിക്കേണ്ട കാര്യമില്ല. അത് LLM ഇനി അങ്ങനെ ആവുന്നുണ്ട്. കോർട്ട് വേർഡിക്സ് പഠിക്കണ്ട, പക്ഷെ നേരത്തെ കൂടെ ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ് ടു ഈക്വാലിറ്റി ആണോ ഇവിടെ ചർച്ച? റൈറ്റ് ടു റിലിജിയൻ ആണോ? ഓർ ആർട്ടിക്കിൾ 19 ആണോ? ഫ്രീഡം ടു വർഷിപ്പ് ഈസ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു ലൈഫ് എന്നാ പറഞ്ഞാല് ആർട്ടിക്കിൾ 21 വരിക. ഓക്കെ, യൂട്യൂബ് ചാനൽ ജോബ് സെക്യൂർ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം, അല്ലെ അഡ്വക്കേറ്റ് ദിനേശ് ജോബ് സെക്യൂർ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഞാനൊരു അവയർനെസ്സിന് വേണ്ടി ഇട്ടതാണ്. കുട്ടികൾ ഇത് അറിയാതെ ഈ പരീക്ഷയിലേക്ക് തെറ്റി വരരുത്. ബിക്കോസ് നെക്സ്റ്റ് സ്ലൈഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്രോ വന്നാൽ ലീഗൽ റീസണിങ് ആണ് എടുക്കുക, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലീസ് റീഡ് ദിസ് വെരി ക്ലിയർലി. CLAT 2020 will focus on evaluating the comprehension and reasoning skills, not memory skills. നമ്മളെ ജീവിതകാലം ഇതുവരെ പഠിച്ചത് കൂടുതൽ മഗ്ഗിങ് അപ്പ് ആയിരുന്നു. ഇനി അതല്ല ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഡിസൈൻ ടു ബി ദാറ്റ് ആർ നെസസറി ഫോർ ലീഗൽ എഡ്യൂക്കേഷൻ, നോട്ട് ത്രൂ പ്രയർ നോളജ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മറ്റു പരീക്ഷകളെക്കാൾ ഈ പരീക്ഷയ്ക്ക് എഴുതുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് സുഹൃത്തുക്കളെ. കാരണം എന്താ, നീറ്റിന് പഠിക്കുമ്പോൾ ഒരു 500 അല്ല 50,000 ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി അല്ല. ബട്ട് പ്രയർ നോളജ് ക്യാൻ ഒക്കേഷണലി ബി യൂസ്ഫുൾ ടു റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ്.
അപ്പൊ അതിന്റെ ഗെയിം വേറെയാണ്. അതിന് തയ്യാറെടുക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ പോരാന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അത് നോളജ് ടെസ്റ്റ് അല്ല, അത് സ്കിൽ ബേസ്ഡ് ടെസ്റ്റ് ആയി മാറി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ട്രാൻസിഷൻ. ഓക്കെ, അപ്പൊ ക്ലാറ്റിനെ കുറിച്ച് ഒരു ജനറൽ അവയർനെസ് ആണ് ഞാൻ തന്നത്. ക്ലാറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും പ്രാക്ടീസ് മോർ. നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞാൽ ആദ്യത്തെ ദിവസം പോകുന്ന സ്പീഡില് നിങ്ങൾ വളവിൽ എത്തുമ്പോൾ ഇറങ്ങും, എന്നിട്ട് കാല് കുത്തും, എന്നിട്ട് വളയ്ക്കും, എന്നിട്ട് വീണ്ടും സ്പീഡ് ഗെയിൻ ചെയ്യും. അല്ലെങ്കിൽ തിരിഞ്ഞു വരണമെങ്കിൽ ഇറങ്ങും, എന്നിട്ട് സൈക്കിൾ ഒന്ന് ഇറങ്ങിയിട്ട് യു ടേൺ അടിക്കും, എന്നിട്ട് കയറിയിട്ട് വീണ്ടും ചവിട്ടും. അങ്ങനെ ചവിട്ടിയാലേ ഈ ക്ലാറ്റ് പരീക്ഷ 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഇരുന്നിട്ട് വളവ് യു ടേൺ അടിക്കാനുള്ള സൈക്കിൾ ബാലൻസ് കിട്ടണമെങ്കിൽ യു നീഡ് സംബഡി ടു ഗൈഡ് യു. നീ ഇത്ര വട്ടത്തിൽ പോകല്ലേ, മതിലുമേടി ഇരിക്കും. അതെങ്ങനെയാ ഞങ്ങൾ ചെയ്യാറ്? കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇവൻ ഏത് മതിലിനാണ് അനാവശ്യമായിട്ട് പോയി ഇരിക്കുന്നത് എന്നുള്ളത് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ലീവ് ഫ്രം വിതിൻ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാനുള്ളത് കേരള LLBയുടെ സാധ്യതകളും ഇതുമാണ്. കേരള LLBയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എറണാകുളം ലോ കോളേജിലെയും കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. യു വിൽ ഗെറ്റ് എ BBA LLB in 5 years in Calicut or Thrissur Law College. You get a BCom with LLB from Government Law College എറണാകുളം. 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഡിഗ്രി വിത്ത് ഡെഡ്ലി കോമ്പിനേഷനാണ് കിട്ടുന്നത്. ഒരു ബാങ്ക് ടെസ്റ്റിന് പോയ പരീക്ഷ പാസ്സായാൽ ഒരു സാധാരണ BCom ഉണ്ട്, BCom വിത്ത് LLB ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഇന്റർവ്യൂ പാനല് LLB ഉള്ള ആൾക്ക് വെയിറ്റേജ് കൊടുക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, 360 സീറ്റാണ് ഗവൺമെന്റ് മെറിറ്റിലുള്ളത്. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാം, നിങ്ങൾ അതിന് ഫോക്കസ് ചെയ്യണം. 50,000 രൂപ കൊണ്ട് കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് മിടുക്കരായിട്ട് ഒരു BBA എടുത്തിറങ്ങാം. ക്ലാറ്റിൻ്റെ ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ്. ഒരു സെമസ്റ്ററിന് ഏകദേശം 1 ലക്ഷം രൂപ ആവറേജ് മിനിമം ആണ് ഞാൻ പറയുന്നത്. ലോവസ്റ്റ് ഫീ 1 ലക്ഷമാണ്. 10 സെമസ്റ്റർ ആണ് ക്ലാറ്റിനുള്ളത്. 10 ലക്ഷം രൂപ കൊച്ചി നുവാൽസിൽ പഠിക്കുകയാണെങ്കിൽ ട്യൂഷൻ ഫീ മാത്രമാവും. രക്ഷിതാക്കൾ ദയവീത് ഇത് മനസ്സിലാക്കുക, കുട്ടികൾ ഇത് മനസ്സിലാക്കുക. ഞാൻ പോണ്ടെന്നല്ല പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നേരെ ഹയർ ജുഡീഷ്യറിയിൽ പ്രാക്ടീസ് തുടങ്ങും. പക്ഷെ ആ സ്പിരിറ്റ് വേണം. നുവാൽസിലൊക്കെ പഠിച്ച് വന്നിട്ട് പിന്നെയും നമ്മൾ എങ്ങനെ സമയം കളയും. അപ്പൊ 4 ഗവൺമെന്റ് ലോ കോളേജുകളിലേക്ക് 360 സീറ്റ് ഉണ്ട്. 1295 സീറ്റ് സെൽഫ് ഫിനാൻസിംഗിലുണ്ട്. 6000 ചില്ലാന അപ്ലിക്കൻസ് ആണ് കഴിഞ്ഞ കൊല്ലം എഴുതിയത്. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ 1:16 ആണ് നിങ്ങളുടെ സാധ്യത. ഒരു മെന്ററിങ് ആവശ്യമാണ്. കാരണം ഇതിന്റെയും പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. 3 ഇയർ LLBക്ക് 420 സീറ്റാണുള്ളത്. സീറ്റ് കൂടി. എന്നാൽ 3000 അപ്ലിക്കൻസ് മാത്രമേ ഉള്ളൂ. ഡിഗ്രി കഴിഞ്ഞവരും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 വർഷം കൊണ്ട് 2 ഡിഗ്രി കിട്ടും, മറ്റവർക്ക് 5 വർഷം കൊണ്ട് ഒരു പ്രൊഫഷണൽ ഡിഗ്രി കിട്ടും. ഓക്കെ, ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇംഗ്ലീഷ് 60 മാർക്ക് വരുന്നത് വളരെ ഫണ്ടമെന്റൽസ് ആണ്. ആന്റോണിം, സിനോണിം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പ്രപ്പോസിഷൻ, ആർട്ടിക്കിൾസ്. സ്പെല്ലിങ്ങിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇതൊക്കെ നേരത്തെ കൂട്ടാൻ നിങ്ങൾക്ക് പഠിക്കാം. എന്നാൽ കേരള LLBക്ക് വേറെ തയ്യാറെടുക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, എത്രാമത്തെ പഞ്ചായത്ത് ഇലക്ഷനാണ് കഴിഞ്ഞത്? ക്ലാറ്റിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. എത്രാമത്തെ നിയമസഭാ ഇലക്ഷനാണ് വരാൻ പോകുന്നത്? ഏപ്രിലിൽ ചോദ്യം വരാൻ സാധ്യതയില്ല. അപ്പൊ നമുക്ക് റീജിയണൽ കറണ്ട് അഫയേഴ്സ് എന്ന് ചോദ്യം വരാം. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 70 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 70 ക്വസ്റ്റ്യൻ. അത് ഞാൻ പറയുന്നു, കൊല്ലം കൊല്ലം ഇവിടെയും ലീഗൽ റീസണിങ് ക്വസ്റ്റ്യൻ കൂടി വരികയാണ്. കഴിഞ്ഞ വർഷം നമ്മളുടെ ഇത്രയധികം കുട്ടികൾക്ക് സക്സസ് ഉണ്ടാകാനുള്ള കാരണം മറ്റൊന്നുമല്ല, 10 ക്വസ്റ്റ്യൻ ആണ് ലീഗൽ റീസണിങ്ങിൽ വന്നത്. എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികളിലെ 83 പേര് ഗവൺമെന്റ് ലോ കോളേജിൽ കയറാനുള്ള പ്രധാന കാരണം അവർക്ക് ആ 10 എണ്ണത്തിൽ ഭൂരിഭാഗവും ശരിയാക്കാൻ പറ്റിയതാണ്. കാരണം ലീഗലിലുള്ള ഇത് നോക്കിയിട്ടാണ് നിങ്ങളുടെ റാങ്ക് മാറുക. മെന്റൽ എബിലിറ്റിയാണ് സുഹൃത്തുക്കളെ ചോദിക്കുന്നത്, മാത്തമാറ്റിക്സ് അല്ല. കോഡിങ്, ഡീകോഡിങ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇത് പഠിക്കാൻ നല്ല രസമാണ്. അല്ലാതെ വെറും പെർസെൻറ്റേജും റേഷ്യോ ഒക്കെ ചോദിക്കുന്നുണ്ട്. 10ാം ക്ലാസ് ലെവലിലുള്ളതേ ചോദിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ വെള്ളം കുടിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിലാണ്. ലീഗൽ റീസണിങ് ഞാൻ തന്നെയാണ് പഠിപ്പിക്കാറ്. ഒന്നും അറിയാതെ വന്ന കുട്ടികളെ
വളരെ നല്ല നിലയിലേക്ക് അവർ ലോ കോളേജിൽ കയറിയാലും ഇല്ലെങ്കിലും നിയമത്തെക്കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടാക്കി വിടാൻ എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് പറ്റാറുണ്ട്. എന്റെ വൈഫ് തന്നെയാണ് ലീഗൽ മെന്റൽ ആബിലിറ്റി പഠിപ്പിക്കാറ്. മാത്സ് ആണ് അവള്. ഷി ഹാസ് എൻജോയ്ഡ് മെനി സ്റ്റുഡൻസ് ഹു കുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് സം ബേസിക് ഐഡിയ ഇൻ ദിസ് തിങ്. പക്ഷെ വിചാരിച്ച പോലെ എളുപ്പമല്ല. കേരള LLBയിൽ എഴുതുന്നവരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. അടുത്ത 2 മിനിറ്റ് ഞാൻ ഇത് കൂടാതെയുള്ള പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റികൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇവിടെ ഇതിൽ പോകുന്നത് പല കാരണങ്ങൾ കൊണ്ട് നല്ലതാന്ന് ഞാൻ പറയും. നുവാൽസിനേക്കാൾ ഫീസ് കുറവാണ്, പക്ഷെ എക്സ്പോഷർ വ്യത്യാസമുണ്ട്. ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് പരീക്ഷ വൈകുക എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കോഴിക്കോട് ലോ കോളേജൊക്കെ പരീക്ഷ ഇപ്പൊ സമയത്തിന് നടന്നു തുടങ്ങി. പുതിയ 18 അധ്യാപകർക്ക് പോസ്റ്റ് സാങ്ഷൻ ആയിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ 60 കുട്ടികളായി ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ 100 കുട്ടികൾ ഇരുന്നത് 60 ആയപ്പോൾ ഇപ്പൊ അറ്റൻഷനൊക്കെ കൂടുതലാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ബാർ കൗൺസിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് 60 പേരെ എടുക്കുകയുള്ളൂ. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇൻഡിപെൻഡന്റ് യൂണിവേഴ്സിറ്റിയാണ്. സൈറ്റ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് PDF ഫയൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആരോ PPT ഷെയർ ചെയ്യുമെന്ന് വെച്ചു. PPTയുടെ ആവശ്യമില്ല. ഈ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നത് ചിലത് ഞാൻ ഇവിടെ പറയാം, വരാത്തതുണ്ട്. MG യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ ജൂണിലാണ് മുൻ വർഷങ്ങളിൽ നടന്നിരുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിലേക്ക് അത് മാറി വന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് LLBക്ക് പ്രിപ്പയർ ചെയ്യാൻ അധിക ദിവസം കിട്ടില്ല. നീറ്റിന്റെ മുന്നേ ഈ പരീക്ഷ നടക്കും. അപ്പൊ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു മെന്ററിങ് നേരത്തെ വീക്കെൻഡുകളിലെങ്കിലും വരുന്നത് നല്ലതാണ്. ഓക്കെ. എയിലറ്റ് ക്ലാറ്റിനേക്കാൾ ക്വസ്റ്റ്യന്റെ ടഫ്നെസ് നോക്കിയാൽ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ അഭിപ്രായപ്പെടുക. പക്ഷെ നല്ല ചില യൂണിവേഴ്സിറ്റികൾ എയിലറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. ക്ലാറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എയിലറ്റും കൂടെ നോക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിൽ. പക്ഷെ എയിലറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സയൻസ്, ജോഗ്രഫി, ഹിസ്റ്ററി എന്നൊക്കെ കറണ്ട് അഫയേഴ്സിൽ അവർ ചോദിക്കാറുണ്ട്. 150 ക്വസ്റ്റ്യനേ ഉള്ളൂ. എല്ലാം ഈ വെബ്സൈറ്റ് ഞാൻ ഇതിൽ ഇട്ടത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് എടുക്കാം. നിങ്ങൾക്ക് ഞാൻ ഇൻഫർമേഷൻ അല്ല തരേണ്ടത്, നോളജാ തരേണ്ടത്. ഓക്കെ. സ്ലാറ്റ് സിംബയോസിന്റെ ആണ്. സിംബയോസിന് പൂനെ കോളേജ് ആണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും റെപ്യൂട്ടേഷൻ ഉള്ളത്. മറ്റു 3 സ്ഥലത്തും കൂടെ അവർ തുടങ്ങിയിട്ടുണ്ട്. മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, പക്ഷെ പൂനെ കിട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വളരെ കോസ്റ്റ് എഫക്റ്റീവായി നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു സ്ഥലമാണ്. സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. അതിന്റെ പേപ്പറുകൾ നമ്മൾ സിംബയോസിന്റെ പേപ്പർ നമ്മൾ കുട്ടികൾക്ക് മോഡൽ കൊടുക്കാറുണ്ട്. അലിഗറിന്റെ കൊടുക്കാറുണ്ട്. അലിഗറിലും സിംബയോസിസിൽ 150 ക്വസ്റ്റിനെ ചില കൊല്ലം ചോദിക്കാറുള്ളൂ. ക്രൈസ്റ്റ് ബാംഗ്ലൂർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഒരുപാട് ക്ലാറ്റ് ആസ്പിരൻസ് സജസ്റ്റ് ചെയ്യില്ല എന്നല്ല. അതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, കോസ്റ്റ്ലി ആണ്. എന്നാലും ക്ലാറ്റിനെ ആസ്പയർ ചെയ്യുന്നവർ ക്രൈസ്റ്റ് പ്രിഫർ ചെയ്യാറുണ്ട്. യു കെൻ ഓൾസോ ലുക്ക് അറ്റ് ഇറ്റ്. ജാമിയ മിലിയ അഗെയിൻ ഞാൻ പറയുന്നു, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഫീ ഒക്കെ വളരെ കുറവാണ്. അതേപോലെയാണ് BHU. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിൽ തന്നെ 5000-ലധികം കുട്ടികളുണ്ട്. 5 ഇയറും ഉണ്ട്, 3 ഇയറും ഉണ്ട്. നിങ്ങൾക്ക് നോക്കി കാണാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. കഴിഞ്ഞ കൊല്ലം നമ്മളെ 2 കുട്ടികൾ BHUവിൽ കയറി. ജാമിയയില് കഴിഞ്ഞ 3 വർഷമായി ഓരോരുത്തർ കയറാറുണ്ട്. ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയും എഗെയിൻ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇവിടെയൊക്കെ ചില റിസർവേഷൻസും ആ റീജിയൻ എന്നുള്ളവർക്ക് കുറച്ച് ഇത് കൂടുതലുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ചും മുഴുവൻ സീറ്റും പുറത്തേക്ക് ഓപ്പൺ അല്ല. ഓക്കെ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ 3 ഇയറിന് 300 സീറ്റ് ഉണ്ട്. ഒരുപാട് പേര് ആസ്പയർ ചെയ്യുന്നതാണ്. ഡൽഹിയിലെ ഒരു എക്സ്പോഷറും അങ്ങനെ താല്പര്യപ്പെടുന്നവര് കുറെ പേര് കിട്ടിയിട്ട് ക്ലൈമറ്റ് റീസൺ പറഞ്ഞ് പോകാതിരുന്നിട്ടുണ്ട്. അതും ഞാൻ നിങ്ങളോട് പറയണമല്ലോ. ഓക്കെ. ഒരു പുതിയ മാറ്റം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തി 3-4-5 മിനിറ്റിൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും. കണ്ടോ, IIT Kharagpur, very known for engineering, started recently another division exclusively for law. അതും അവർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് LLB ഓണേഴ്സ് അഡ്മിഷൻ. പക്ഷെ 3 ഇയർ ആണ് ഇപ്പൊ അവർ തുടങ്ങിയത്. ഇതൊരു വലിയ മാറ്റമായി ഞാൻ കാണുന്നു. കാരണം എഞ്ചിനീയറിംഗും ടെക്നോളജിയും മെഡിസിനും പഠിച്ചവരെയാണ് അതിലേക്ക് കൂടുതൽ എടുക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ സയൻസ് ഗ്രാജുവേറ്റ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ ലോജിക്ക് ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. എന്നാൽ പോലും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഇത് ആവശ്യമാണ്. ഒരു ബയോ കെമിസ്റ്റിന്
ആയിരിക്കും എങ്ങനെയാണ് ഒരു വൈറസ് വാക്സിന്റെ IPR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടെ ഡോക്യുമെന്റ് ചെയ്യാൻ എളുപ്പമുണ്ടാകും. ഇതൊക്കെ ഒരു പുതിയ ട്രെൻഡാണ്. IIT ഖരഗ്പൂർ പോലെയുള്ള സ്ഥാപനങ്ങൾ ഒരു ബ്രാഞ്ചായി തുടങ്ങുന്നു എന്ന് പറയുന്നത് ഈ സ്ട്രീമിൽ വരുന്ന പുതിയ പ്രവണതയാണ്. LLM ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ എനിക്ക് സമയമില്ല, അതിന്റെ ആവശ്യവുമില്ല. LLM-നെ കുറിച്ച് ചെറിയൊരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ നിൽക്കുന്നത് 1 year LLM ബാർ കൗൺസിൽ നിർത്തലാക്കാൻ ശുപാർശ ചെയ്തു. അതിന്റെ അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷെ അസിം പ്രേംജി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ളവർക്കുള്ള LLM-നെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നീട് ഒരു അവസരത്തിൽ അല്ലെങ്കിൽ LLM മാത്രം നോക്കുന്നവർക്ക് എനിക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പറഞ്ഞു തരാൻ അറിയൂല, ഞാൻ പറഞ്ഞു തരൂല്ല. കാരണം ക്ലാറ്റിന്റെ മോഡല് എവിടെയാന്നുള്ളത് ഇന്ന് ഗൂഗിളിൽ ഉള്ളപ്പോൾ ഞാൻ വെറുതെ പറയണ്ട. പക്ഷെ LLB പഠിക്കാൻ പോകുന്നവരോട് ഞാൻ പറയുന്നത്, കണ്ടോ LLM-ന് 13 സബ്ജക്റ്റിൽ നിന്ന് MCQs വരും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഒഴുക്കൻ മട്ടിൽ പഠിച്ചാൽ പോരാ, ഭാവിയിലേക്ക് ഇത് LLM-ന് ഇതിൽ നിന്നൊക്കെ ചോദ്യം വരും. ഇതിലൊരു 4 എണ്ണമെങ്കിലും നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഉണ്ടാവണം. കോൺസ്റ്റിറ്റ്യൂഷനും കോൺട്രാക്റ്റും ജൂറിസ്ഡിക്ഷനും ജൂറിസ്പ്രുഡൻസും നിങ്ങൾ ക്ലിയർ ആക്കണം. ഓക്കെ. ടെക്നിക്കൽ ചാലഞ്ചസ് ആർ ബിയോണ്ട് മൈ കൺട്രോൾ. സംബഡി സേയിങ് ദർ ഈസ് സം വോയിസ് ബ്രേക്ക്. അങ്ങനെ ഇല്ലാന്ന് ഐ തിങ്ക് മനോരമ, ഇഫ് ദർ ഈസ് എനി ഹ്യൂജ് പ്രോബ്ലം വി ക്യാൻ റെക്ടിഫൈ ഇറ്റ്. അപ്പോ ക്ലാറ്റിന്റെ ഇതില് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് 50 മാർക്ക്. അവിടെയാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് മറ്റേ പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ ചറപറ എഴുതിയാൽ പോരാ, വ്യക്തമായിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ ആമുഖമായി ഞാൻ നിയമമേഖലയിലെ സാധ്യതകളാണ് പറഞ്ഞത്. ഏതൊരു മത്സര പരീക്ഷയെ നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള 5 കാര്യങ്ങൾ പറഞ്ഞ് അതിൽ എന്ത് മാറ്റമാണ് ജോബ് സെക്യൂർ കുട്ടികളിൽ കൊണ്ടുവരാറുള്ളത് എന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവർക്കും പരീക്ഷയെ സ്കേർഡ് ആണ്. ദേ ആർ അഫ്രൈഡ്. വി മേക്ക് ദം കോൺഫിഡന്റ്. ലോ എമിനൻസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ വെബ് ആപ്പില് 70 ടെസ്റ്റ് ഓൾറെഡി കിടക്കുന്നുണ്ട്. യു ടേക്ക് 70 ടെസ്റ്റ് അറ്റ് യുവർ ലിബർട്ടി മൈ ഗുഡ് ഫ്രണ്ട്സ്. യു ആർ ഗോയിങ് ടു ബി കോൺഫിഡന്റ്. എടുത്തിട്ട് നിങ്ങൾക്ക് ആ വേർക്കൽ അങ്ങോട്ട് മാറും. സോ ഡോണ്ട് ബി സ്കെയർഡ് അബൌട്ട് യുവർ എക്സാം. ബി കോൺഫിഡന്റ്. യു ആർ ഗോയിങ് ടു ബി ഡിസ്ട്രാക്റ്റഡ്. നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിൽ കോച്ചിങ് എടുത്തോ, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ഈ ഡിസ്ട്രാക്ഷനെ മാറ്റി നിർത്തി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകണം എന്നുള്ള ആഗ്രഹത്തോടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ് ആ വ്യത്യാസം ഉണ്ടാവുക. We create an environment in our classrooms where students are not scared, where students are not distracted. സാധാരണ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ അധ്യാപകൻ തന്നെ ആവാറുണ്ട്. അതാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. യു വിൽ ബി കൺഫ്യൂസ്ഡ്. MCQs എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ നിങ്ങളെ കൺവിൻസ്ഡ് ആക്കി തരും. അതിൽ ഏതെന്നെ എടുത്താൽ മതി എന്നുള്ളത്. ഓക്കെ, ഏതെന്നെ ആൻസർ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞങ്ങൾ കൺവിൻസ്ഡ് ആക്കി തരും. അപ്പൊ പിന്നെ കറക്കി കുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു 4 ദിവസം കഴിയുമ്പോൾ ഇത് പഠിക്കാനുള്ള താല്പര്യമൊക്കെ ഒന്ന് പോകും. ഓക്കെ, അപ്പോ ആ താല്പര്യം പോകാതിരിക്കണമെങ്കിൽ യു വിൽ ഹാവ് ടു ബി എനർജറ്റിക്. ഓഫ്ലൈനിൽ ആണെങ്കിലും ഓൺലൈനിലാണെങ്കിലും, ഓൺലൈനിൽ ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ലൈവ് ക്ലാസ് ആണ്. കാരണം വീഡിയോ ബാക്കപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഞങ്ങൾ ആപ്പിൽ. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു ഇതെനിക്ക് വീഡിയോ എടുത്തിടാം. പക്ഷെ മനോരമ തരുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഊർജം കൂടെ നിങ്ങൾക്ക് തരുമ്പോഴാണ് നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാവുക. ആ ലെത്താർജിക്ക് മാറിയിട്ട് എല്ലാ പരീക്ഷയും അനാവശ്യമായി സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾ കാണണ്ട. ഇൻക്ലൂഡിങ് യുവർ കമ്മിങ് +2 എക്സാം. അതിനെ ഒരു ബ്ലിസ്ഫുൾ ആയിട്ട് ഒരു ആനന്ദത്തോടെ പഠിക്കുക എന്നുള്ളതിലേക്ക് പോകാൻ വലിയ പ്രയാസമാണ്. അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഈ നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് ഈ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 3 പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത് 40 വയസ്സിന് ശേഷമാണ്. ഇന്ന് ഞാൻ എൻ്റെ 4ാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇഗ്നോയിൽ ചെയ്യുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല. IIM-ൽ ഞാൻ കഴിഞ്ഞ കൊല്ലം പഠിച്ചിറങ്ങിയത് ആരും നിർബന്ധിച്ചിട്ടല്ല. ആ ബ്ലിസ്ഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് നിങ്ങളോട് അത് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. സോ കീപ് ഇൻ മൈ ഗുഡ് ഫ്രണ്ട്സ്, ഡോണ്ട് ബി സ്കെയർഡ്, ഡോണ്ട് ബി ഡിസ്ട്രാക്റ്റഡ്, ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്, ഡോണ്ട് ബി ലെത്താർജിക്, ഡോണ്ട് ബി സ്ട്രെസ്ഡ്. അതിൽ നിന്ന് മാറണമെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന രീതി എന്താണ്? ഫെയിലിയർ അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ക്ലാറ്റും ക്ലീയും കുട്ടികൾ തോറ്റു എന്നുള്ളത് ആയിരക്കണക്കിന് കുട്ടികളിൽ നിന്ന് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികളും പാസ്സായിട്ടൊന്നുമില്ല. ഫെയിലിയർ അനാലിസിസിൽ നിന്ന് നമ്മൾ സക്സസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായി കോൺസ്റ്റിറ്റ്യൂഷനിലെ മുഴുവൻ ആർട്ടിക്കിളും പഠിക്കേണ്ട. IPC-യിൽ 511 വകുപ്പ് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഒരു ഫ്രെയിം വർക്ക് ഞങ്ങൾ തരും.
അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എക്സിക്യൂഷൻ ഒരു ഫ്രെയിം വർക്ക് തരും, പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. 7000 പേര് എഴുതുന്നവർത്തും 50,000 പേര് എഴുതുന്നവർത്തിൽ ആ ആദ്യത്തെ 300-ലും 2000-ലും കുടുങ്ങണമെങ്കിൽ there has to be conscious intelligent efforts, my good friends. ബോധപൂർവവും ബുദ്ധിപൂർവവുമായ പരിശ്രമം ആവശ്യമാണ്. അതിനുള്ള അവസരമാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ആ ഒരു എൻവയോൺമെന്റ് കൊണ്ട് 1000-ലധികം law aspirants-നെ we could place to premium law schools, because helping to build a career is our passion. അതെന്റെ പാഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് മൈ പ്രൊഫഷൻ, ഇറ്റ് ഈസ് അവർ പാഷൻ. അത് ഞങ്ങളുടെ കോളിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. സോ എനി പ്രിപ്പറേഷൻ, മൈ ഗുഡ് ഫ്രണ്ട്സ്, ഹൂ സ്വെറ്റ്സ് മോർ ഇൻ ട്രെയിനിങ് ബ്ലീഡ്സ് ലെസ് ഇൻ വാർ. പരിശീലന കളരിയിൽ വേർത്തവൻ യുദ്ധഭൂമിയിൽ ചോരവാർന്ന് തളരില്ല. ഒരു പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ഇത് ഏറ്റവും കൃത്യമായ വാക്കാണ്. കൃത്യമായ പരിശീലനത്തിൽ വേർത്ത് ഒരാൾക്ക് യുദ്ധഭൂമിയിൽ വരുമ്പോൾ ഒരു വേർപ്പ് പോലും ഉണ്ടാവില്ല. ക്ലാറ്റ് എക്സാം ഹാളിലും ക്ലീ എക്സാം ഹാളിലും കാറ്റുകൊണ്ട് ഹാപ്പി ആയിട്ട് പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ മുഖങ്ങളാണ് ഞങ്ങളുടെ ആഗ്രഹം. LLBക്കും ക്ലാറ്റിനും മുനിസിപ്പൽ മജിസ്ട്രേറ്റ് പരീക്ഷയ്ക്കും LLMനും ഞങ്ങൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് അവർ നമ്പർ. യു ക്യാൻ ഐദർ ടേക്ക് എ സ്ക്രീൻഷോട്ട് or note it down. jobsecura.in എന്നുള്ള ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം. ഞങ്ങളുടെ ക്രെഡൻഷ്യൽസ് അതിലുണ്ട്, ടെസ്റ്റിമോണിയൽസ് അതിലുണ്ട്. ലോ എമിനൻസ് എന്ന ഞങ്ങളുടെ ആപ്പ്, മനോരമ ഇങ്ങനെ ഒരു സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു തന്നതിന്, ഇത്രയും കുട്ടികളെ അസംബിൾ ചെയ്തതിന് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നു. 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ലോ എമിനൻസിന്റെ ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ 10ഓളം ടെസ്റ്റുകൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. നിങ്ങളുടെ സ്കോറുകൾ മികച്ചതാണെങ്കിൽ യു വിൽ ബി എലിജിബിൾ ഫോർ 944646. ഞങ്ങളുടെ നമ്പറാണ്, മനോരമയുടെ നമ്പർ അല്ല. അതാണ് എൻ്റെ ഈ സ്ലൈഡിൽ ഇട്ടത്. നിങ്ങളുടെ അതിലെ സ്കോർ വെച്ചിട്ട് യു വിൽ ബി എലിജിബിൾ ഫോർ സ്കോളർഷിപ്പ്. കാരണം താല്പര്യമുള്ളവർ ഈ സ്ട്രീമിലേക്ക് കടന്നു വരണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എവിടെ നിങ്ങൾ പഠിച്ചാലും ബിലീവ് ഇൻ യുവർ സെൽഫ്, മൈ ഗുഡ് ഫ്രണ്ട്സ്. ഈ പൂച്ചയെ പോലെ ഇരിക്കുന്നവർ പുലിയെ പോലെ ആക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ കൊറോണ വന്നപ്പോഴാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ സാധ്യത ഞങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം വളർത്താൻ ആരോ എന്നോട് ആപ്പിന്റെ പേര് ചോദിച്ചായിരുന്നു. ദ നെയിം ഓഫ് അവർ ആപ്പ് ഈസ് ലോ എമിനൻസ് ആപ്പ്. ഓൺലൈനിൽ വിജയകരമായി കഴിഞ്ഞു വന്ന നമ്മൾ 140 പേരെ 73 പേരെ പ്ലേസ് ചെയ്തെങ്കിൽ 140-ല് അത് ഇനിയും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓഫ്ലൈൻ തന്നെയാണ്. അത് അനുവാദം കിട്ടുമ്പോൾ ഞങ്ങൾ അതിലേക്ക് പോകും. സോ ഏതൊരു മത്സര പരീക്ഷയിലും എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, എല്ലാത്തിലും മേലെ ആവശ്യമുള്ളത് എബിലിറ്റിയേക്കാൾ കൂടുതൽ വേണ്ടത് വില്ലിങ്നെസ് ആണ്. വേണം എന്നുള്ള ആഗ്രഹം, വേണം എന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് വരെ ആകാൻ നിയമപഠനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മനോരമയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കേട്ടിട്ട് ഞാനൊരു റൈറ്റ് കരിയർ ചൂസ് ചെയ്തു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് ഔട്ട് ഓഫ് ദിസ് പ്രോഗ്രാം. സോ താങ്ക്സ് എ ലോട്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സർ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവുമോ സർ? ഉണ്ട് സാറ് ചോദിച്ചോളൂ. അത് ജനറൽ ആയിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും നമ്മൾ മറുപടി പറയാം. ഓക്കെ സർ, നമുക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സർ ഡിബിൻ വർഗീസ് എന്ന വ്യക്തിയാണ് ചോദിച്ചത് സർ, ഇമ്പോർട്ടൻസ് ഓഫ് ലോ ഇൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. ലീഗൽ സ്ട്രീമില് ഒരു സാധാരണ ഡിഗ്രിക്ക് പോകുന്ന ആളേക്കാൾ സിവിൽ സർവീസ് ആസ്പിറന്റിന് LLB എന്ന ബിരുദത്തിന്റെ പശ്ചാത്തലം it will be helping you heavily, because constitution is a major crux which is tested in all the avenues including interview. But when you learn law for constitution in law schools, നിങ്ങൾ അതിന്റെ ലീഗൽ ആസ്പെക്ട്സ് ആണ് പഠിക്കുക. പക്ഷെ സിവിൽ സർവീസിന് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ആണ് പഠിക്കേണ്ടത്. ബിക്കോസ് ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ചോദിച്ചത് any order you write as a collector, it has to be in concurrent with the paramount law of this country, which is constitution. ഞാനിത് വിട്ടുപോയതാണ്, ഓർമ്മപ്പെടുത്തിയതിന് നല്ലത്. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത്,
നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ IAS എഴുതാം. അപ്പൊ 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ BSc ഫിസിക്സ് എടുത്താൽ 4ാമത്തെ വർഷം നിങ്ങൾക്ക് IAS എഴുതാം. ഇവിടെ നിങ്ങൾ 5 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാല് ലോ കോളേജിൽ പഠിച്ചിറങ്ങിയ ആളാണ് ഞാൻ. ഇഷ്ടംപോലെ ആവശ്യത്തിന് ഫ്രീ ടൈം ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളെ 3+5 കൊല്ലം നഷ്ടപ്പെടുന്നതിന് പകരം ഒരു സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, 4th ഇയറും 5th ഇയറും കുറച്ച് ലോഡ് കൂടും. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ നിങ്ങൾ പ്രിലിംസിനുള്ള പ്രിപ്പറേഷൻ കൂടെ ചെയ്യുകയാണെങ്കിൽ ഹാവിംഗ് എ ലോ ഡിഗ്രി വിൽ ഹെൽപ്പ് യു എ ലോട്ട് ഇൻ പ്രിപ്പറേഷൻ ഫോർ IAS. ബട്ട് ഒരു ലോ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് വെയിറ്റേജ് ഒന്നും കിട്ടണം എന്നില്ല. പക്ഷെ നിങ്ങൾ ഇന്റർവ്യൂവിൽ വരെ നന്നായി പെർഫോം ചെയ്യും. സോ ഐ തിങ്ക് ആൻസർ ഈസ് ക്ലിയർ. താങ്ക് യു സർ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന കിഷോർ ഓസഫ് എന്ന വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. കുഡ് യു ടെൽ അബൌട്ട് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ എന്നുള്ളതാണ്. ഒരു പക്ഷേ സാറിന്റെ ഈ ആൻസർ. തീർച്ചയായിട്ടും ഞാൻ ഓൺലൈനിൽ ലൈവ് ക്ലാസ് ആണ് ചെയ്യുന്നത്. വി ഹാവ് എ ഡെയിലി ബാച്ച് ഹാപ്പണിങ് വേർ +2 കഴിഞ്ഞവർ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ക്ലാറ്റ്. എൻ്റെ അടുത്ത് തന്നെ 25 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ഡെയിലി ബാച്ച് ആണ് നമ്മൾ കൊടുക്കുന്നത്. 2 to 3 hours ആണ് ഡെയിലി സെഷൻ ഉള്ളത്. വി ഹാവ് വീക്കെൻഡ് ബാച്ച്. ഇഫ് യു ആർ എ കറണ്ട് +2 സ്റ്റുഡന്റ് ആണെങ്കിൽ സാറ്റർഡേ സൺഡേ ബാച്ചിൽ ചേരുക. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് ക്രാഷിന് വേണ്ടി എൻ്റെ അടുത്ത് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എവിടെ പോകണമെങ്കിലും ക്രാഷിന് വെയിറ്റ് ചെയ്യരുത്. ക്രാഷ് കൊണ്ട് കിട്ടുന്ന കാലം അസ്തമിച്ചു. അപ്പോൾ ഒന്നുകിൽ ഞങ്ങളുടെ വീക്കെൻഡ് ബാച്ചിൽ ചേരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡെയിലി ബാച്ചിൽ ചേരാം, അല്ലെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി ഞങ്ങൾ ക്രാഷ് ബാച്ച് തുടങ്ങുന്നുണ്ട്. പക്ഷേ ചെറിയ ചാലഞ്ച് എന്താ വെച്ചാൽ +2 CBSE ഏപ്രിൽ അവസാനിക്കുന്നില്ല. അത് ജൂണിൽ 3-ന് അവസാനം. ജൂൺ 13-ന് നമ്മളുടെ പരീക്ഷ വരും. ഓക്കെ, അപ്പോ ഡെയിലി ബാച്ച് 2.5 hours ആണ് ക്ലാസ് ഉള്ളത്. പക്ഷെ എന്നും ഞാൻ പറഞ്ഞില്ല, 70 ടെസ്റ്റ് നിങ്ങൾക്ക് തരാനുണ്ട്. എന്നും ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയും, ക്ലാറ്റ് മാത്രം നോക്കരുത്. ക്ലാറ്റിന്റെ കൂടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, സിംബയോസിസ്, കേരള ഒക്കെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ വെക്കണം. അപ്പൊ ഞങ്ങൾ അതിന് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് കൊടുക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ വി വിൽ ഷെയർ. താങ്ക് യു സാർ. സാർ അടുത്ത ചോദ്യം ചോദിച്ചത് മുഹമ്മദ് ഇഷാൻ ഹാരിസ് എന്ന വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. സാർ, എനി സോഴ്സ് ടു റെഫർ ഫോർ സ്റ്റഡിങ് ലീഗൽ റീസണിങ്? ഇഷാനെ, ഇതിൽ വന്ന വലിയൊരു സാഹചര്യം എന്ന് പറയുന്നത് ക്ലാറ്റിന്റെ പുതിയ പാറ്റേണിൽ ആകെ ഒരു പരീക്ഷയെ നടന്നു. ഓക്കെ, അപ്പോ ഞാൻ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയും, അതായിരുന്നു ഞങ്ങളുടെയൊക്കെ അസറ്റ്. അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഇതിലുള്ള ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിലവിൽ വന്ന പത്രത്തിലെ ഒരു നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് എൻ്റെ യൂട്യൂബ് വീഡിയോ നിങ്ങളൊന്ന് കാണും. പത്രത്തിൽ വന്ന ഒരു വാർത്ത എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു സുപ്രീം കോർട്ടിന്റെ ഒരു റൂളിംഗ് എടുത്തിട്ടാണ് അവർ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നവർക്ക് ആകെ 5 ആർട്ടിക്കിൾ തിരഞ്ഞെടുത്താൽ മതി. ഓക്കെ, 5 ലേഖനങ്ങൾ എവിടുന്നെങ്കിലും തപ്പിയെടുത്താൽ മതി. നമ്മൾക്ക് അങ്ങനെ മുൻകൂട്ടി അതേ ലേഖനം കൈ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത് നീറ്റ് മറ്റ് പരീക്ഷയിൽ നിന്ന് ഈ പരീക്ഷയുടെ ഒരു ചാലഞ്ച്. അപ്പൊ ഇഷാമിന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ സുപ്രീം കോർട്ട് ഡൈജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ലോ റിലേറ്റഡ് ആർട്ടിക്കിൾസ് എന്ന് സെർച്ച് ചെയ്യാം. അത് നിങ്ങൾ ഒരു 3-4 സൈറ്റുകൾ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. ലൈവ് വയർ, ബാർ ആൻഡ് ബെഞ്ച് എന്നുള്ള സൈറ്റുകളിലൊക്കെ പോയാൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന പ്രധാന വിഷയങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇതിങ്ങനെ വായിച്ച് സ്പീഡ് കൂട്ടുക എന്നതാണ് ഇതിൽ ഒരു വഴി. ക്വസ്റ്റ്യൻ ഉണ്ടാക്കൽ വലിയൊരു ചാലഞ്ചാണ്. ഞാൻ അത് അനുഭവിക്കുന്നതാണ്. നിങ്ങളുടെ ലെവലിലേക്ക് അത് തരണമെങ്കിൽ. പക്ഷെ ഞാൻ മാറിയ പാറ്റേണിലാണ് ഇപ്പൊ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. അതിന്റെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പോഷർ ഞാൻ കൊടുക്കാം. താങ്ക് യു സർ. സാർ, ഒരു ജിഷ ജോയി എന്ന കുട്ടി ചോദിച്ചത്, കുഡ് യു പ്ലീസ് മെൻഷൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ LLB? വൈകിട്ടാണോ ജിഷ കയറിയത്? ആയിരിക്കാം തോന്നുന്നു സർ. അപ്പൊ ഐ തിങ്ക് ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവരോട് ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസ് ആയിരിക്കും. ബിക്കോസ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് 7 അവന്യൂസ് പറഞ്ഞു. അപ്പൊ അത് മിസ്സായതാണെങ്കിൽ ഐ എം സോറി. Otherwise, you just WhatsApp to the other number. We will share the other details.
സർ അടുത്ത ചോദ്യം ബദ്രിയ ഇബ്രാഹിം എന്ന വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. സർ ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ സ്ട്രക്ചർ ഓഫ് റിപ്പീറ്റ് ബാച്ച്? ഡെയിലി റിപ്പീറ്റ് ബാച്ചിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ക്രാഷിനേക്ക് ഉള്ളതാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഡെയിലി റിപ്പീറ്റ് ബാച്ചിന് LLB ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ഫീസാണ് വരിക, ക്ലാറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ഫീസാണ് വരിക. ഇപ്പൊ നിങ്ങൾ ക്ലാറ്റിന് എടുക്കുകയാണെങ്കിൽ ഡെയിലി ബാച്ചിന് വി ചാർജ് 30,000 ഇൻക്ലൂഡിങ് യുവർ ക്രാഷ്, ഇൻക്ലൂഡിങ് യുവർ ഫെസിലിറ്റി ഓൺ ആപ്പ്. അപ്പൊ ബദ്രിയയോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ 3 ദിവസം ലോ എമിനൻസിന്റെ ആപ്പ് നിങ്ങൾക്ക് ഫ്രീലി അവൈലബിൾ ആണ്. ക്ലാറ്റ് പേപ്പർ അതിൽ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല. നിങ്ങളുടെ പെർഫോമൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് എനിക്ക് വാട്സപ്പ് അല്ല മൊബൈലിൽ ഇത് വരും. നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുകയാണെങ്കിൽ വി വിൽ കൺസിഡർ സ്കോളർഷിപ്പ് ഫോർ യു. താങ്ക് യു സർ. സർ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് മെറിൻ എന്ന് ചോദിച്ചിരിക്കുന്നത്. വിൽ ദ ഡേറ്റ്സ് ചേഞ്ച് ഫോർ ക്ലാറ്റ് എക്സാം? അൺപ്രഡിക്റ്റബിൾ ആണ് ഡെറിൻ, കാരണം ഒരു പ്രാവശ്യം മാറ്റി. പക്ഷേ CBSE എക്സാം ഇനി സമയത്തിൽ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജൂൺ 13 എന്നുള്ളത് മാറാൻ സാധ്യതയില്ല. കേരളത്തിലെ ഡേറ്റ് ഇപ്പോഴും ഹാങ്ങിലാണ്. ഏപ്രിലിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഏപ്രിലിൽ LLB എൻട്രൻസ് നടക്കാനുള്ള ചാൻസ് കുറവാണ്. അത് കണക്കാക്കണ്ട. നാളെ ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതും എന്നുള്ളത് എനിക്ക് പഠിച്ചോ, അതാണ് നല്ലത്. അതെ സാർ, ഇനിയും ചോദ്യങ്ങൾ വരുന്നുണ്ട് സാർ. കുറച്ച് ചോദ്യങ്ങളും കൂടെ എടുക്കാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? ചോദിച്ചോളൂ. ഓക്കെ സാർ, അടുത്ത് ഡിബിൻ വർഗീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സാർ ചോദ്യം ഇതാണ്. സാർ, പ്രൈവറ്റ് കോളേജസ് ഡിഫറെന്റ് ഫ്രം ഗവൺമെന്റ് കോളേജസ്. എനി ഡിസഡ്വാൻറ്റേജ് ഗോയിങ് ടു പ്രൈവറ്റ് ലോ കോളേജസ്? ഇല്ല, ബാർ കൗൺസിലിന്റെ അഫിലിയേഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അതാണ് ഉള്ളത്. ബാർ കൗൺസിലിന്റെ അഫിലിയേഷൻ ഉള്ള ഏത് പ്രൈവറ്റ് കോളേജിൽ പഠിച്ചാലും ഒരു ഡിസഡ്വാൻറ്റേജും ഇല്ല. പക്ഷെ ഒരു ഫാക്ട് ഞാൻ പറയാം. കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് ഞാൻ പഠിക്കുന്നതും നിങ്ങൾ പഠിക്കുന്നതും ഒരേ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇഫ് യു ഗെറ്റ് ഇൻ ടു കാലിക്കറ്റ് ലോ കോളേജ്, യുവർ ടോട്ടൽ ഫീ ഈസ് 50,000 for 5 years. If you get into a self-financing college, your first installment is 90,000. So spend something like 20,000 with job secure. 20,000 നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ലാഭിക്കാൻ പോകുന്നത് 5 ലക്ഷം രൂപയാണ് മെറിറ്റ് സീറ്റിൽ കിട്ടിയാൽ. ഇറ്റ്സ് എ ബിഗ് മണി. വേറെ കോഴ്സിലോ അതിലോ ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ലോ കോളേജിലൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്. അവിടെ ആയിരിക്കും കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ ഉണ്ടാവും. ബട്ട് നത്തിങ് റോങ് ഇൻ ഗോയിങ് ടു ഗുഡ് പ്രൈവറ്റ് കോളേജസ്. സർ, ദേവിക ദീപക് എന്ന കുട്ടി പറഞ്ഞിരിക്കുന്നത്, സാർ ഐ ആം ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ഇൻ ജോബ് സെക്യൂർ നൗ ഐ ആം ഇൻ 11th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ദേവിക, ബുദ്ധിപൂർവമായ തീരുമാനമാണ്. നിങ്ങൾ ക്ലാറ്റ് പോലുള്ള പരീക്ഷ നോക്കുന്നുണ്ടെങ്കിൽ +1 ചേരുന്നതാണ് ബുദ്ധിപരം. കാരണം ഈ കൊല്ലത്തെ ക്രാഷ് നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യും. ഓക്കെ, അപ്പൊ അതിലൊരു ചാലഞ്ച് ഉണ്ട്. ഏപ്രിൽ 1 മുതൽ സ്കൂൾസ് തുറക്കാൻ പോവാന്ന് ഞാൻ കേട്ടു. പക്ഷെ ഇക്കൊല്ലത്തത് ഒരു പാസീവായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. എന്തൊക്കെയാ നടക്കുന്നത്, എന്തൊക്കെയാ മാറ്റം വന്നത്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ദേവികയ്ക്ക് ഉണ്ടാവുന്ന ഗുണം എന്താ വെച്ചാൽ അടുത്ത കൊല്ലം നിങ്ങൾ ക്രാഷ് മോഡ് എടുക്കുമ്പോൾ 2 തവണ ഒരു റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ +1 ചേർന്ന് പോയി എന്നുള്ളത് ഒരു ദോഷമല്ല, ഒരു നല്ല കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പരീക്ഷയ്ക്ക് എല്ലാവരും വരിക എല്ലാം കഴിഞ്ഞിട്ടാണ്. നീറ്റ് കിട്ടിയില്ല, എഞ്ചിനീയറിംഗ് കിട്ടിയില്ല, എന്നാൽ പിന്നെ ലോന് പോവാം. ദേവിക എങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക. വി വിൽ ഹെൽപ്പ് യു ഔട്ട്. ഇനിയും ചോദ്യങ്ങൾ സാറിനോട് നേരിട്ട് ചോദിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചാറ്റിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സർ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് മെറിൻ സുനിൽ എന്ന വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. ലോ ഡിഗ്രി ഈസ് ആൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ നേവി. വാട്ട് ആർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ നേവി ഇഫ് ഇറ്റ് ഈസ്? നേവിയില് ഇപ്പം ആർമി കോളേജ് ഉണ്ട്. അതിലൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അതിലെ 80% സീറ്റുകളും ആർമി പേഴ്സണൽസിന്റെ മക്കൾക്ക് റിസർവ്ഡ് ആണ്. നമ്മളൊരു ലീഗൽ ഡിഗ്രി എടുത്തത് കൊണ്ട് മാത്രം നേവിയിലേക്ക് സ്പെസിഫിക് ആയിട്ട് പോകണമെങ്കിൽ വീണ്ടും ഒരു മത്സര പരീക്ഷ പാസ്സാവണം. പക്ഷെ എണ്ണപ്പെട്ട സീറ്റുകൾ അവിടെയുണ്ട്. പക്ഷെ ആർമി ലോ കോളേജ് ഉള്ളത് കൊണ്ട്, പൂനെയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, നല്ലൊരു ശതമാനം റിക്രൂട്ട്മെന്റ് അവിടെ നിന്നാണ് നടക്കാറ്. പക്ഷെ നിങ്ങൾ ആസ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ കയറി കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. ബട്ട് 70% മറ്റേ ആർമി പേരൻസിന് റിസർവ് ചെയ്തത്
ഡിസഡ്വാൻറ്റേജ് ആണ്. കൂടുതൽ വിശദമായിട്ട് നിങ്ങൾ നമ്പറിൽ ബന്ധപ്പെട്ടാൽ പറഞ്ഞു തരാം. താങ്ക് യു സർ. മുഹമ്മദ് ഇഷാൻ ഹാരിസ് എന്ന വ്യക്തി ചോദിക്കുന്നു സാർ, എനി ഗുഡ് ബുക്സ് യു വുഡ് സജസ്റ്റ് ഫോർ ലോ എക്സാംസ്? അതെ, മുഹമ്മദിന്റെ ആ ചോദ്യം ഞാൻ കണ്ടായിരുന്നു. മുഹമ്മദ്, ഞാൻ അതുകൊണ്ടാണ് ആ സ്ലൈഡ് പ്രത്യേകം കാണിച്ചത്. ക്ലാറ്റ് കൺസോർഷ്യം പറഞ്ഞത് വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ നോളജ് ബേസ്ഡ് എക്സാം. അതുകൊണ്ട് ബുക്ക് റെഫർ ചെയ്യേണ്ടതല്ല കേട്ടോ പറഞ്ഞത്. റീസണിങ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ കോഡിങ്, ഡീകോഡിങ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഉള്ളതിൽ ഏറ്റവും ആറ്റിക്കുറിക്കിയ നല്ല മെറ്റീരിയൽ ജോബ് സെക്യൂരിയുടെ മെറ്റീരിയൽ ആണ് പറയാം. ഓക്കെ, അപ്പൊ അത് എന്താ പറയാ, കുറെ പഠിക്കല് നമുക്കില്ല, നടക്കില്ല. വേണ്ടത് പഠിക്കുക എന്നുള്ളതിൽ ഓരോരുത്തർ ഓരോ ഗസ്സാണ് എടുക്കുക. അപ്പൊ ഞാൻ പുതിയ പാറ്റേൺ ആയതുകൊണ്ട് ഒരു ഫുൾ ടെക്സ്റ്റ് എന്റെ ഇറങ്ങിയിട്ടില്ല. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വി ക്യാൻ ലുക്ക് അറ്റ്. സർ, വർഷ എന്ന വ്യക്തി ചോദിച്ചിരിക്കുന്നത് സാർ, വാട്ട് ഈസ് ദ സിലബസ് ഫോർ മുൻസിഫ് മജിസ്ട്രേറ്റ് എക്സാം? മുൻസിഫ് മജിസ്ട്രേറ്റ് എക്സാം കേരളത്തിൽ 28-ാം തീയതി നടക്കാൻ പോകുന്നു. ഈ മാർച്ച് 28-ന്, അല്ല ഫെബ്രുവരി 28-ന് ഒരു എക്സാം നടക്കുന്നുണ്ട്. സിലബസ് വളരെ വാസ്റ്റ് ആണ്. വർഷ LLB പഠിക്കുമ്പോഴേ നിങ്ങൾ മുൻസിഫ് മജിസ്ട്രേറ്റ് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പഠനത്തിന്റെ രീതിയെ വ്യത്യാസമാണ്. അപ്പൊ ഇതൊക്കെ നമ്മള് പ്രൊഫഷനിൽ ഇറങ്ങി പിന്നെ തോന്നുമല്ലോ, അന്ന് മര്യാദയ്ക്ക് നോക്കിയിരുന്നെങ്കിൽ എന്ന് നമുക്കിപ്പോ തോന്നും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ, പ്രത്യേകിച്ച് കോൺട്രാക്ട്, CRPC, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, IPC, ഇത് നമ്മൾ ലോ കോളേജ് പഠിക്കുന്ന പോലെ പഠിച്ചാൽ മുൻസിഫ് മജിസ്ട്രേറ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. സിലബസ് സെയിം ആണ്, നിങ്ങൾ പഠിച്ച എല്ലാ ആക്ടുകളും അവിടെ ചോദിക്കും. പക്ഷെ മുൻസിഫ് മജിസ്ട്രേറ്റിന് പേഴ്സണൽ ലോ ചോദിക്കില്ല. ഓക്കെ, സക്സഷൻ ആക്ട് ചോദിക്കില്ല. അങ്ങനെയുള്ള ചിലത് പോകുമെന്നല്ലാതെ 2 ലെവലുണ്ട്. ഒരു പ്രിലിംസ് ഉണ്ട്, MCQs ആയിരിക്കും. രണ്ടാമത്തത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ജഡ്ജ്മെന്റ് എഴുതാൻ നിങ്ങൾക്ക് ചോദ്യം വരും, എങ്ങനെയാണ് ഈ ക്വസ്റ്റിന്, ഈ ഒരു പ്രോബ്ലത്തിന് നിങ്ങളൊരു വിധി എങ്ങനെ എഴുതുക. ലാംഗ്വേജിലെ കമാൻഡ് നിർണായകമാണ്. ഞങ്ങൾ മുൻസിഫ് മജിസ്ട്രേറ്റിന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്, LLM-ന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പഠിക്കുന്നതാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യൂ, ഞാൻ സജസ്റ്റ് ചെയ്യാം. ഫൈനൽ ഇയർ ആവുമ്പോഴേ മുൻസിഫ് മജിസ്ട്രേറ്റിന് പഠിച്ചു തുടങ്ങുക. എപ്പോഴാണ് വേക്കൻസി കൂടുന്നത്? ഇപ്പൊ 46 വേക്കൻസി ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗോൾഡൻ ചാൻസ്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അത്ര വേക്കൻസി ഉണ്ടാവില്ല, പക്ഷെ വർഷാവർഷം നടത്തണമെന്ന് ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട്. അപ്പം 5 വേക്കൻസി ആണെങ്കിലും പരീക്ഷ നടക്കും. താങ്ക് യു സാർ. ഇനിയും ആർക്കെങ്കിലും ദിനേഷ് സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റ് വഴി ചോദിക്കാവുന്നതാണ്. സാർ, അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ശ്രീജിത്ത് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് സാർ, ഈവനിങ് ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ LLB എന്നതാണ്. ബാർ കൗൺസില് ലോ കോളേജിലെ ഈവനിങ് ബാച്ചസ് നിർത്തലാക്കി. ബാർ കൗൺസില് അതിന്റെ റെക്കഗ്നിഷൻ നിർത്തലാക്കി. ഞാൻ കോഴിക്കോട് ലോ കോളേജിൽ ഈവനിങ്ങിലാണ് പഠിച്ചത്. അന്നതിന്റെ എന്റെ സാഹചര്യം അതായിരുന്നു. BCom പഠിച്ച് 2-3 മെഡിക്കൽ ഷോപ്പിലൊക്കെ കണക്കെഴുതിയിട്ട് ആണ് ഞാൻ അവിടെ പോയി പഠിച്ചത്. എനിക്ക് അച്ഛൻ എന്നെ അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫിൽ ഒരു തീരുമാനം നമ്മൾ എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. പക്ഷെ ഇപ്പം ലോ കോളേജുകളിൽ ഈവനിങ് ബാർ കൗൺസിൽ റെക്കഗ്നൈസ്ഡ് അല്ല. പക്ഷെ കേരളത്തിൽ ഒരു കോളേജിലുണ്ട്. അത് പക്ഷേ ഒരു പ്രത്യേക ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ മാത്രം നടക്കുന്നതാണ്. ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ഇറ്റ്. പക്ഷെ ബാർ കൗൺസിൽ ഈവനിങ് കോളേജസിനെ ഇപ്പോ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. താങ്ക് യു സർ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അവരെ ക്ലാസ് ടൈമിംഗ് അവര് വൈകുന്നേരം 5 മുതൽ 9 വരെ എന്ന് കാണിച്ചിട്ടാണ് അവിടെ കോഴ്സ് റൺ ചെയ്യുന്നത്. അവര് പക്ഷെ അതിന് ഈവനിങ് എന്നല്ല പറയുന്നത്. അപ്പൊ അതിന്റെ സാങ്കേതികത്വം വിശദമായി ഞാൻ പിന്നീട് പറഞ്ഞു തരാം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി അവരെ ക്ലാസ് അവേഴ്സ് അവര് വേറെ രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ ചാലഞ്ച് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശദമായി പിന്നെ ഞാൻ പറഞ്ഞുതരാം. സാർ, വീണ്ടും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, വിനോദ് കുമാർ എന്ന വ്യക്തി ചോദിക്കുന്നത്, സാർ, മൈ ചൈൽഡ് ഈസ് ഇൻ 10th, ഹൗ ക്യാൻ ഐ ടെസ്റ്റ് ദെയർ ആപ്റ്റിറ്റ്യൂഡ് ഇൻ ലോ സ്റ്റഡീസ്? ലോ ജനറലി നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടതില്ല. സാറിന്റെ ഒരു അസസ്മെന്റിൽ പീപ്പിൾ സ്കിൽസ് ഉണ്ടോ നോക്കുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടോ നോക്കുക, ലോജിക് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അതില് ബേസിക് ആയിട്ട് നല്ലത് എന്താ വെച്ചാല്, ഓൺലൈനിൽ തന്നെ കുറെ ഫ്രീ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ട്. ആളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രോസസ് പേഴ്സൺ ആണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്നത് നല്ലത്. പ്രോസസ് ആയിരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട്. വക്കീല് പ്രോസസ് പേഴ്സൺ ആവുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല.
പക്ഷെ നമ്മളൊരു അവസാന നിമിഷത്തിന്റെ ചാടിക്കളിക്കാരാണ്. ഈ പ്രൊഫഷന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ആളൊരു മെറ്റിക്കുലസ് പ്രോസസ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ജുഡീഷ്യറിയിലേക്കൊക്കെ പോകുന്നതാണ് നല്ലത്. പീപ്പിൾ പേഴ്സൺ ആണെങ്കിൽ പ്രാക്ടീസും ആർബിട്രേഷനും ഒക്കെ നന്നായിരിക്കും. അപ്പൊ ഓൺലൈനില് കുട്ടിയുടെ ഒരു പാറ്റേൺ അറിയുന്ന, എനിക്ക് റെഡിലി ഓർമ്മയില്ല, ചില ഫ്രീ ടെസ്റ്റുകൾ ഉണ്ട്. ആളുടെ ഒരു നേച്ചർ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. മറ്റേതൊന്നും 100% സയന്റിഫിക് ആണെന്ന് ഞാൻ പറയില്ല. കാരണം ആസ്പിറേഷൻസ് മാറുന്ന ഒരു പ്രായമാണ്. 3 കൊല്ലം കഴിഞ്ഞാൽ അവരെങ്ങോട്ട് തിരിയുന്നുണ്ട്. ഞാൻ തന്നെ അതിന് എക്സാമ്പിൾ ആണ്. ലോ കഴിഞ്ഞു MBA-ക്കാണ് പോയത്. പിന്നെ എന്റെ പ്രൊഫഷൻ വേറെയാണ്. ഞാനിപ്പോ സൈക്കോളജിയാണ് പഠിക്കുന്നത്. MA ഫിലോസഫി പകുതി എഴുതി നിൽക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു നിയമപ്രശ്നം കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റാത്തതാണ്. അതില് സാർ വറീഡ് ആവട്ടെ, ബേസിക് ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുക, അതായിരിക്കും നല്ലത്. സർ, വേറൊരു ചോദ്യം, is Indian law degree good for job outside in India? Is it widely respected in international firms? നേരിട്ട് നമുക്ക് മറ്റു കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഈ മ്യൂച്വൽ എഗ്രിമെന്റ്സ് ഒക്കെ ഓപ്പൺ ആയി വരികയാണ്. നമ്മൾ ആദ്യം തുറന്നു കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഇന്ത്യൻ കോർട്സ് ആർ ഗെറ്റിംഗ് ഓപ്പൺ ഫോർ ദിസ് തിങ്. പക്ഷെ നമ്മളുടെ ഒരു കുറച്ചു കാലം കൊണ്ട് വരും. കുട്ടികൾ ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ എന്താ വെച്ചാൽ ഇവിടുന്ന് LLB എടുത്ത് ലണ്ടനിൽ പോയിട്ട് LLM-നൊക്കെ തട്ടിക്കൂട്ട് LLM എടുത്തിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സുഹൃത്തുക്കളെ എനിക്കറിയാം. അത്ര എളുപ്പമല്ല, ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. എന്നാലും അതൊരു വഴിയാണ്. സർ, അടുത്ത ചോദ്യം ഡിബിൻ വർഗീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം, ക്രിമിനോളജി, ഫോറൻസിക് സയൻസ് ആൻഡ് സൈക്കോളജി സബ്ജക്ട് ഈസ് ദയർ ഇൻ BA LLB? BA LLB-ല് ഉണ്ടാവും. ഫോറൻസിക് സയൻസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ഞാൻ BA LLB അല്ല ചെയ്തത്. ഞാൻ 3 ഇയർ ആയതുകൊണ്ട് എനിക്ക് സിലബസ് കൃത്യമായിട്ട് അറിയില്ല. ഫോറൻസിക് ഒന്നും നമ്മളുടെ സിലബസിൽ അത്ര വൈഡായിട്ട് വന്നിട്ടില്ല. അതൊക്കെ നല്ല സ്കോപ്പുള്ള ഏരിയയാണ്. ഇനി നല്ല സ്കോപ്പ് വരാൻ പോകുന്ന ഒരു ഏരിയയാണ് സൈബർ ലോ ക്രൈംസ്. അപ്പൊ സൈബർ ലോ പഠൻ അടുത്ത ചോദ്യത്തിലേക്ക് പോയതാണ്. സോറി സർ, കണ്ടിന്യൂ ചെയ്തോളൂ. സൈബർ ലോ വളരെ പ്രോമിനന്റ് ആയി വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വേദികളിലൊക്കെ പറയാറുണ്ട്, LLM-ലൊക്കെ സൈബർ ലോ കൊണ്ടുവരുന്നത് വളരെ ഗുണകരമായിരിക്കും. ഒരു നിഷ് ഏരിയയാണ്. അതേപോലെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ്. ഭൗതിക സ്വത്ത് സംരക്ഷിക്കാനാണ് ഇന്ന് ബുദ്ധിമുട്ട്. ക്രിസ്ത്യൻ സിനിമ ഇറങ്ങി 6 മണിക്കൂറിനുള്ളിൽ അത് വേറെ സ്ഥലത്ത് ഓടി. അതിനെ എങ്ങനെ ആരെ പിടിക്കും, എങ്ങനെ സ്ലൂ ചെയ്യും? നിങ്ങൾക്ക് അതിനുള്ള വഴിയും നിയമവും അറിയുമെങ്കിൽ ആമസോണിന് 100 കോടിക്കാ വിറ്റച്ചാൽ 10 കോടി നിങ്ങളെ കയ്യിൽ വരും. പക്ഷെ ആ നിയമമൊക്കെ ഇപ്പോഴും അപക്വമാണ്. ഓക്കെ സർ, അടുത്ത ചോദ്യം അൻസ അലക്സാണ്ടർ എന്ന് പറഞ്ഞ കുട്ടിയാണ്. സോ ഐ ആം ഇൻ 10th standard student. What stream should I take for 11th and 12th for helping law entrances? നല്ല ചോദ്യമായി ചോദിച്ചത്. ഇന്ന സബ്ജക്ട് എടുത്തത് കൊണ്ട് ലോ എൻട്രൻസിന് പെക്യൂലിയാരിറ്റി ജനറലി ഇല്ല മൈ ഫ്രണ്ട്. പക്ഷെ സയൻസ് എടുത്താൽ നിങ്ങൾ മാത്സ് വായിച്ചിട്ടുള്ള ടച്ച് വിടാതിരിക്കുമ്പോൾ ആ 20 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, ഹ്യൂമാനിറ്റീസ് എടുത്താൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പേപ്പറായിട്ട് നിങ്ങൾക്ക് അവിടെ ഉള്ളത് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലെ 8-10 ക്വസ്റ്റ്യനിൽ അവരൊരു എഡ്ജ് കാണിക്കും. പക്ഷെ ഫാക്ട് പറയുകയാണെങ്കിൽ ക്ലാറ്റില് കഴിഞ്ഞ കുറെ കാലത്തെ ടോപ്പേഴ്സ് സയൻസ് സ്റ്റുഡൻസ് ആണ്. ഇത് ഒരു ബന്ധവുമില്ല. സാധ്യത ഇതായിരിക്കും, സയൻസ് പഠിച്ചിട്ടുണ്ടാവും, IIT-ക്കും മെഡിസിനും ട്രൈ ചെയ്തിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവില്ല, കൂടെ ക്ലാറ്റ് എഴുതിയിട്ടുണ്ടാവും, ജനറൽ ഇന്റലിജൻസ് കൊണ്ട് അവൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നന്നായി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വലിയ ട്യൂഷനുകൾക്ക് പോകണ്ടാത്ത ഒരു സ്ട്രീം എടുക്കുക. എന്നിട്ട് കൂടുതൽ സമയം ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്യാൻ മാറ്റി വെക്കുക. അതാണ് യുക്തി, അതാണ് ലോജിക്കലി കറക്റ്റ്. താങ്ക് യു സർ. അടുത്ത ചോദ്യം ആൻ ജി എന്ന വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ആൻ ആപ്റ്റ് ഡിഗ്രി ടു ഡു ബിഫോർ 3-year LLB? നോ സ്പെസിഫിക്കേഷൻ. ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ് എടുത്താൽ പ്രാക്ടിക്കലി ഒരുപാട് ഗുണമുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളുടെ സെന്റൻസും സ്ട്രക്ചറും ഒക്കെ നല്ലതാണെങ്കിൽ ഇഫ് യു ക്യാൻ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് മേ ഹെൽപ്പ് യു. വേറെ ഒരു സബ്ജക്റ്റിനും പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ മാത്സ് ഒക്കെ പഠിച്ചിട്ട് പെട്ടെന്ന് നമ്മളൊരു വേൾഡ് ഓഫ് വേർഡ്സിലേക്ക് ചാടുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനേഷൻ ബൈ ഹാർട്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകാൻ ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് സ്ട്രെയിറ്റ് അവേ BBA LLB ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. നിങ്ങൾ പ്രാക്ടീസിന് പോകണമെന്നില്ല. നിങ്ങൾക്ക് കമ്പനികളിൽ എക്സിക്യൂട്ടീവായിട്ട് ജോലി കിട്ടാൻ BBA LLB നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ ജനറലി ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഓഡ് കോമ്പിനേഷനുള്ള എത്രയോ ആൾക്കാരുണ്ട്. PSC ഫിസിക്സ് കഴിഞ്ഞവരും MSc ഫിസിക്സ് കഴിഞ്ഞിട്ട് LLB എടുത്തവരൊക്കെ ഉണ്ട്. താങ്ക് യു സർ. അടുത്ത ചോദ്യം ഗീവ്സ് കുര്യൻ എന്ന വ്യക്തിയാണ്. ഇസ് ദർ എനി ഓൺലൈൻ LLB കോഴ്സ് അക്സെപ്റ്റഡ് ബൈ ബാർ കൗൺസിൽ? നോ. ബാർ കൗൺസിൽ ആസ് ഓഫ് നോ ഡസന്റ് അക്സെപ്റ്റ് ഇറ്റ്. ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലേ, അപ്പൊ അത് എല്ലാം നമുക്ക് ഇതിലൂടെ പഠിച്ചാൽ പോരല്ലോ. സർ അടുത്ത ചോദ്യം ശരത് കുമാർ ജെ എന്ന വ്യക്തിയാണ് ചോദിച്ചത്. വാട്ട് ആർ ദ അവന്യൂസ് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ വിത്ത് ഗ്രാജുവേഷൻസ് ടു സ്റ്റഡി LLB? ഞാൻ പറഞ്ഞില്ല, ഈവനിങ് കോളേജ് ഇപ്പൊ ഇല്ല. ഏജ് ബാർ ഇല്ലാത്തത് നിങ്ങളെ പോലുള്ളവരുടെ ആസ്പിറേഷന് സഹായകമാണ്. ഗവൺമെന്റ് സർവീസിലാണ് റിട്ടയർ ചെയ്ത് എൻ്റെ അടുത്ത് ഓരോ കൊല്ലം ചുരുങ്ങിയത് ഒരു 15 പേര് വരുന്നുണ്ട്, റിട്ടയർഡ് പീപ്പിൾ. അവര് പെട്ടെന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്യും. കാരണം അവരുടെ ജനറൽ കറണ്ട് അഫയേഴ്സ് സ്ട്രോങ് ആണ്, പഴയ ഇംഗ്ലീഷ് ഗ്രാമർ സ്ട്രോങ് ആണ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാറുണ്ട്. കൂടെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പ്രാക്ടീസിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ ചില ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ BGL എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി ഉണ്ട്, ബാച്ചിലർ ഓഫ് ജനറൽ ലോ. ബാച്ചിലർ ഓഫ് ജനറൽ ലോ എടുത്താൽ കരിയറിൽ മേലോട്ട് പോകാന്നല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പാർട്ട് ടൈം LLB ബാർ കൗൺസിൽ നിരോധിച്ചു. ഇനിയും സർ ഒരേ തരം ചോദ്യങ്ങൾ പിന്നീട് വീണ്ടും വരുന്നുണ്ട്. ഇനിയും സാറിനോട് വഴി സാറിനോട് ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ ഈ സെഷനിലൂടെ തന്നെ ഇപ്പോൾ തന്നെ സാർ മറുപടികൾ നൽകുന്നതുമായിരിക്കും. സാർ ജോൺ എന്ന വ്യക്തിയാണ് ചോദിച്ചത്. പക്ഷേ ചോദ്യം ഇതാണ് സാർ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി LLB എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. LLB പറ്റില്ല, BGL പറ്റും, ബാച്ചിലർ ഓഫ് ജനറൽ ലോ പറ്റും. ഓക്കെ. സർ മിലന റോസ് വർഗീസ് എന്ന ആളാണ് ചോദിച്ചത്. ഈസ് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ഇൻ KLWC സെയിം ആസ് ലോജിക്കൽ റീസണിംഗ് ഇൻ ക്ലാറ്റ്? അല്ല, ക്ലാറ്റിന്റെ ലോജിക്കൽ റീസണിംഗ് ലെവൽ ഭയങ്കര കൂടുതലാണ്. കേരളത്തിൽ വെർബൽ റീസണിങ്ങും അതിനേക്കാൾ കൂടുതൽ ന്യൂമറിക്കൽ റീസണിംഗ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ക്ലാറ്റിന്റെ റീസണിങ് 2 തരമുണ്ട്. ലീഗൽ റീസണിങ്ങില് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പൈ ചാർട്ട് തരും, എന്നിട്ട് അതിനെ ഡീകോഡ് ചെയ്യാനാണ് പറയുന്നത്. എത്ര ശതമാനം ഇങ്ങനെയുണ്ട് എന്നുള്ളത് ഡീകോഡ് ചെയ്യാനാണ് പൈ ചാർട്ടിൽ പറയുന്നത്. ആ റീസണിങ് ആണ് ക്ലാറ്റ് ഫോക്കസ് ചെയ്യുന്നത്. കേരള LLBയിൽ സില്ലോജിസം ചോദിക്കും, ഗ്രൂപ്പിംഗ് ചോദിക്കും, ബ്ലഡ് റിലേഷൻ ചോദിക്കും. അങ്ങനത്തെ ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത്. താങ്ക് യു സർ. സാർ വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സാർ നമുക്ക് 2-3 ചോദ്യങ്ങളും കൂടെ എടുക്കാം എന്ന് തോന്നുന്നു. സാർ സമയം ഉണ്ടാവില്ല അല്ലേ? ഒരു ഓക്കെ സാർ, നമുക്ക് അവസാന ചോദ്യങ്ങളിലേക്ക് PSCയിൽ എന്തോ ഉണ്ടോന്ന് ചോദിച്ചു, ഞാൻ കണ്ടുവല്ലോ. അപ്പൊ ഞാനത് പറയുമ്പോഴേ കൃത്യമായി പറഞ്ഞിരുന്നു, ഇന്ന സെഗ്മെന്റിൽ ഏത് കോൾ ഫോർ ചെയ്യും എന്നുള്ളതല്ല നമുക്കൊരു വെബിനാറിൽ പറയാൻ പറ്റുന്നത്. എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലും ലീഗൽ പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ജുഡീഷ്യറിയിലും ലീഗൽ പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ എന്താ പറയാ, കൺസ്യൂമർ ഫെഡില് ലീഗൽ ഓഫീസർ ഉണ്ടാവും. അതിൽ അഡ്വാൻറ്റേജ് ഇത്രയേ ഉള്ളൂ, അതിന് അപ്പിയർ ചെയ്യാൻ പറ്റുന്നത് ലീഗൽ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമാണ്. അപ്പം അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ശ്രദ്ധിക്കുക. അത്രേ അതിന് മറുപടി എനിക്ക് പറയാൻ പറ്റും. സർ നമുക്ക് അവസാനത്തെ ചോദ്യം ഇതെടുക്കാം. സർ, വിച്ച് ആർ ദ ഗവൺമെന്റ് കോളേജസ് പ്രൊവൈഡ്സ് BCom LLB ആൻഡ് BBA LLB ഇൻ കേരള? ചോദിച്ചത് ഭവാന PM എന്ന വ്യക്തിയാണ്. എറണാകുളം ലോ കോളേജ് BCom LLB ആണ് കൊടുക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ബാച്ച് BCom LLB ആണ്, ഒരു ബാച്ച് BBA LLB ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോഴിക്കോട് ലോ കോളേജും തൃശ്ശൂർ ലോ കോളേജും BBA LLB ആണ് കൊടുക്കുന്നത്. ട്രിവാൻഡ്രം ലോ കോളേജ് BA LLB ആണ് കൊടുക്കുന്നത്. താങ്ക് യു സർ. സർ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. മീൻസ് ഒരു ലോ ആസ് എ കരിയർ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് സാർ വളരെ വിശദമായി തന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് സംസാരിച്ചു.
ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഐ മീൻ ചില ചോദ്യങ്ങൾ റിപ്പീറ്റേഷൻ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. എനിവേ സാർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. മലയാള മനോരമ ഹൊറൈസൺ പ്ലാറ്റ്ഫോമിൽ വരികയും നമ്മളുമായി ഇത്രയും നേരം സംവദിക്കുകയും ചെയ്ത ദിനേഷ് സാറിന് ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. ആൻഡ് മനോരമയുടെ ഈ ഒരു സംരംഭത്തിൽ നമ്മളെ സഹകരിച്ചത് ജോബ് സെക്യൂർ കാലിക്കറ്റ് ലോ സെന്റർ ആണ്. ജോബ് സെക്യൂർ കാലിക്കറ്റ് ലോ സെന്ററിന്റെ കോൺടാക്ട് നമ്പർ ദിനേഷ് സാർ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കാലിക്കറ്റ് ലോ സെന്റർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഉന്നത വിജയം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിക്കുന്നു. ദിനേഷ് സാർ, താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ വേദിയിൽ സംസാരിച്ചിട്ട് നമ്മളോട് അനുഭവങ്ങൾ ലോ എമിനൻസിന്റെയും നന്ദിയും കൃതജ്ഞതയും മനോരമയോട് ഞാൻ അറിയിക്കുന്നു. മനുഷ്യനിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായത് അവന്റെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല, തീരുമാനങ്ങൾ കൊണ്ടാണ്. So the decisions changes your life, and decisions followed by actions take you to greater heights. Take the right decisions, follow up with the right actions. Wish you all the best. We will meet somewhere in the small world, in the small life. All the best.